എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോടു ചേർത്തിടുവാൻ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. നാം എല്ലാവരും സന്തോഷത്തിൻ്റെ നന്ദിയുടെ നിറവിലാണ്. അനേകർക്ക് ആശ്രയമാകുവാൻ, ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസമാകുവാൻ പീഠത്തിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ എന്നും ഈ ആലയം പ്രശോഭിക്കട്ടെ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. ഈ ജൂബിലി വർഷത്തിൽ സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും ലോകം മുഴുവൻ പകരാൻ തീക്ഷ്ണതയോടെ നമുക്ക് സുവിശേഷവാഹകരാകാം. കൃതജ്ഞതയെ ബലി അർപ്പിക്കുവാൻ ഇന്ന് നമ്മോടൊത്തായിരിക്കുന്ന അഭിമന്യ മാർ ജോർജ് എറണക്കാട്ട് പിതാവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അധരത്തിൽ ജ്ഞാനവും ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ തികവുമായി തൻ്റെ അടുക്കൽ എത്തുന്നവരെ പ്രബുദ്ധരാക്കുകയും പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് അവരുടെ ഉന്നമനത്തിനായി സ്വയം മറന്ന് അധ്വാനിക്കുകയും ചെയ്യുന്ന വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ പിതാവ്. കരുത്തും കരുതലുമാകുവാൻ അഭിമന്യ പിതാവ് ഏറെ ശ്രദ്ധാലുവാണ്. പിതൃവാത്സല്യത്തോടെ ഞങ്ങളുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഇടയ സാന്നിധ്യമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഈ കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുവാൻ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് അഭിമന്യ പിതാവിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സ്വീകരിച്ച എല്ലാ നന്മകൾക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അങ്ങയുടെ ഇടയ ശുശ്രൂഷ
കൂടുതൽ അനുഗ്രഹപൂർണമാകുവാൻ സ്വർഗം കൃപ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചെമ്പൻതൊട്ടി ഭഗവന വികാരി റവറൻഡ് ഫാദർ ആന്റണി മഞ്ഞളാക്കുന്നതിനെയും മണ്ഡലം സെയിൻറ് ജോർജ് ഇടവക വികാരി റവറൻഡ് ഫാദർ മാത്യു വേങ്ങക്കുന്നതിനെയും അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ അമൽ കെട്ടുപുരയ്ക്കുന്നതിനെയും മറ്റെല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ദൈവജനത്തെ മുഴുവനും ഈ ദിവ്യവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുലിയിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നു. ഈ സങ്കീർത്തക മനോഭാവത്തോടെ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന ഈ മഹനീയ നിമിഷത്തിൽ ഒരുക്കമുള്ള ഹൃദയത്തോടും ഒരുമയോടും അവിടുത്തെ ഈ ബലിപീഠത്തിൽ പരമപിതാവിന് നമുക്ക് ഈ ബലി അർപ്പിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരിമാരെ, വാത്സല്യമുള്ള കുട്ടികളെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ MSJ കോൺവെൻറ്റിൽ നിത്യാരാധന നടത്തി വരികയായിരുന്നു. ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുകയും അവർക്കെല്ലാം ഒത്തിരിയേറെ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായിട്ട് ഇതിൽ പങ്കെടുത്തവർക്കറിയാം, ഇവർ പറഞ്ഞു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു വീണ്ടും ഈ നിത്യാരാധന ചാപ്പൽ ഇവിടെ നമുക്ക് തുടരുകയും ഈ ആരാധന നടത്തുവാൻ പിതാവ് അനുവദിക്കുകയും ചെയ്യുക എന്ന കാര്യം. അതിനായിട്ട് ഇവിടുന്ന് മദർ സുപ്പീരിയർ പിതാവിനോട് അപേക്ഷിച്ചു. അഭിമന്യ പാമ്പ്ലാനി പിതാവ് വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ഇവിടെ ഈ നിത്യാരാധന നടത്തിക്കൊണ്ട് പോകാനുള്ള പ്രത്യേക അനുവാദം നമുക്ക് തന്നിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നമുക്കറിയാം, ഈശോയോടുള്ള ഭക്തിയും ഈശോയോടുള്ള അടുപ്പവും നമ്മൾ പ്രകടമാക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടും അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ്. അതിലൊരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭവനം നമുക്കായി ഒരുക്കുകയും ഇവിടെ മനോഹരമായി പ്രാർത്ഥന നടത്തി പോരുകയും ചെയ്യുകയായിരുന്നു. അതിന് അനുവാദവും നേതൃത്വവും കൊടുത്ത പ്രൊവിൻഷ്യാളുമേയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത സിസ്റ്റർ സ്നേഹ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളെയും അവരോട് സഹകരിക്കുന്ന മറ്റ് എല്ലാ ശുശ്രൂഷകരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലെ നല്ല ഉപകരണങ്ങളായി വർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും നിർദ്ദേശവും എല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയമുള്ള മാത്യുച്ചനും കൊച്ചച്ഛന്മാരും മറ്റ് അച്ഛന്മാരും കൂടെ ഇവിടെ ഉണ്ട്. ഓരോ ഘട്ടങ്ങളിൽ വന്ന് ഇവരെ സഹായിക്കുന്നുണ്ടെന്ന കാര്യവും സന്തോഷകരമാണ്. പ്രത്യേകിച്ച് മാത്യുച്ചനൊക്കെ നല്ലൊരു ധ്യാന ഗുരു എന്ന നിലയിൽ വർഷങ്ങളായിട്ട് ധ്യാന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യവും നിർദ്ദേശവും ഇവർക്കൊരു മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി നമുക്ക് ഈ നിത്യാരാധന ചാപ്പൽ ഈ കേന്ദ്രം തുടരുവാൻ പിതാവ് അനുവദിക്കുമ്പോൾ നമ്മൾ പരമാവധി ഇവിടെ വന്ന് പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് പരിമിതികൾ ധാരാളമുണ്ട്. കോൺവെൻറ്റിനോട് ചേർന്ന ചെറിയ ഹോളുകൾ, ചെറിയ മുറികളൊക്കെ നമുക്കുള്ളത്, അകത്തും പുറത്തുമായിട്ടൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഏറെ ഭക്തിയോടെ നന്നായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. നിങ്ങളെയും അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ സഭ. നമ്മുടെ സഭ ജന്മം കൊള്ളുന്ന വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയാണ് സഭയെ പടുത്തുയർത്തുന്നത്. സഭയാണ് വിശുദ്ധ കുർബാന നമുക്കായി നിർമ്മിച്ച് നൽകുന്നത്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാനയും സഭയെന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പിതാവ് പഠിപ്പിക്കുന്നുണ്ട്. ആരാധനാക്രമത്തെ പറ്റിയുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ നമ്മൾ വായിക്കുന്നു, ആരാധനാക്രമമാണ് സഭയുടെ ആരംഭവും അതിൻ്റെ ഉച്ചിയും. അപ്പോൾ സഭ ജന്മം കൊള്ളുന്നത് തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. സഭ നിലനിൽക്കുന്നതിന് വിശുദ്ധ കുർബാനയാണ് കാരണക്കാരൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഓർക്കും വിശുദ്ധ കുർബാനയോട് എന്താ നമുക്ക് ഇത്രമാത്രം ബന്ധമുള്ളത്. പക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മളെ ഒരുമിച്ച് ഒരുമയിൽ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നത്, പ്രേക്ഷിത ചൈതന്യം നമ്മിലേക്ക് കുത്തിവെക്കുന്നതും നല്ല പ്രേക്ഷിതരാകാനും കർത്താവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള പ്രചോദനവും പ്രേരണയും എല്ലാം നമുക്ക് തരുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് വിവിധ സന്യാസ സമൂഹങ്ങളിലെ സ്ഥാപകരായ ആളുകളൊക്കെയും അംഗങ്ങളോട് പറയുന്നത് വിശുദ്ധ കുർബാനയുള്ള ഭക്തിയെ നിങ്ങൾ വളരണം.
ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പ്രൊവിൻഷ്യാളമ്മ മദർ തെരേസയെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. മദർ തെരേസയുടെ കോൺവെൻറ്റ് എവിടെയെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മദർ വെച്ച 1-2-3 കണ്ടീഷനുകളിൽ ഒന്ന് രണ്ടെണ്ണം ഇതായിരുന്നു: കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അപ്പം അതിനായിട്ട് കുർബാന അർപ്പിക്കാൻ ഒരു വൈദികനെ വേണം. കുർബാന അർപ്പിക്കാൻ ഒരു വൈദികനും കുർബാന അർപ്പിക്കുവാൻ ഒരു പള്ളിയും ഉണ്ടാവുക ആവശ്യമാണ്. മാത്രമല്ല, തൻ്റെ സഭാംഗങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതായിരുന്നു: ദിവസത്തിൽ 1 മണിക്കൂർ സമയം ദിവികാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് കഴിഞ്ഞിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി എന്ന് തന്നെയാണ് വിശുദ്ധ മദർ തെരേസ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും ആരാധനയുടെ പ്രാധാന്യവും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ ഈ ഒരു വർഷത്തേക്ക് എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ മദർ സൂചിപ്പിച്ച പോലെ നമ്മുടെ പരിശുദ്ധ പിതാവിനെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ സവിശേഷമാംവിധം നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് പരിശുദ്ധ പിതാവ് റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട്, പിതാവിൻ്റെ അസുഖം ഗൗരവമുള്ളതായിരുന്നു. ഇപ്പോൾ ഇന്നലത്തേക്ക് വാർത്ത അനുസരിച്ച് സ്വല്പം കുറവുള്ളതുപോലെയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഡോക്ടർമാരുടെ ചികിത്സയും മരുന്നുകളുടെ കൂടെ തന്നെയും നമ്മുടെ പ്രാർത്ഥനയും ഏറെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവനും, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം മുഴുവൻ പരിശുദ്ധ പിതാവിന് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണം. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും ഒരു കൊച്ചു പ്രാർത്ഥന പിതാവിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. സ്വന്തമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ പിതാവിനെ ഓർക്കണം. പിതാവിന് വേണ്ടി സുഹൃത ജപങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. പിതാവിന് വേണ്ടി കുറച്ച് സമയം ആരാധനയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ കൊച്ചു പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പ്രിയമുള്ളൊരു നമുക്ക് മറ്റൊരു കാര്യം, നമ്മൾ ഈ വർഷം ജൂബിലി വർഷത്തിലാണ്. അപ്പോൾ ഈ 2025 ജൂബിലി വർഷമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചിന്തകൾ നൽകുവാനാണ് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ പിതാവ് 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായി ഈശോ ജനിച്ചിട്ട് 2025 വർഷത്തിലാണ്. അനേകം ആളുകൾ ഈ ലോകത്ത് ജനിക്കുന്നു, നന്മ ചെയ്യുന്നു, വലിയ ഖ്യാതി സമ്പാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മരിച്ചു പോകുന്നു. വളരെ ചുരുക്കം പേരെ മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷേ കർത്താവായ ഈശോയെ അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, മരണത്തിന് ശേഷവും ഇന്നും നമ്മൾ ഓർക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുക ചെയ്യുന്നു. നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ കർത്താവായ ഈശോ ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അവിടുന്ന് മാറ്റമില്ലാത്തവനായി തുടരുകയാണ്. അവിടുന്ന് എന്നും ദൈവമാണ്, രക്ഷകനാണ്, കർത്താവാണ്, ഉത്തിതനാണ്. ഇതാണ് നമ്മളെ അവിടുത്തെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രത്യേകിച്ച് കാര്യം. അപ്പോൾ ഈ ജൂബിലി വർഷം നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചു തന്ന പരിശുദ്ധ പിതാവിനെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. 2019, 20, 21 വർഷങ്ങൾ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. കോവിഡിൻ്റെ ദുരന്ത ഫലങ്ങൾ, അതിൻ്റെ ഉത്കണ്ഠകൾ, ഭയം, പേടി, കോവിഡ് തന്നെ വന്നവരാണ് നമ്മൾ പലരും. 1, 2, 3 ഇഞ്ചക്ഷൻസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് പലരും പറയാറുമുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ആ അരക്ഷിത കാലഘട്ടങ്ങൾ വിട്ടിട്ട് 2022 ആയപ്പോഴത്തേക്കും പരിശുദ്ധ പിതാവ് ഒരു ഡിക്കാസ്ട്രിക്ക്, ഒരു തിരുസംഘത്തിന് എഴുതിയ കത്തിലാണ് ആദ്യമായി ജൂബിലി തുടങ്ങുന്നതിനെ പറ്റിയുള്ള സൂചനകൾ നമുക്ക് കാണുന്നത്. എവാഞ്ചലൈസേഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രൊപ്പഗാന്ത ഫീതെ വിശ്വാസത്തിൻ്റെ തിരുസംഘത്തിന് അയച്ച ഒരു കുറിപ്പിലാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഒരു ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കോവിഡ് കാലത്തുണ്ടായിരുന്ന ഭയവും ഉത്കണ്ഠകളും മരണവും ഭീതിയും എല്ലാം മാറി മനുഷ്യഹൃദയങ്ങളിൽ കൂടുതൽ ശക്തിയും ചൈതന്യവും സ്നേഹവും ഉളവാക്കുവാൻ ഒരു ജൂബിലി വർഷം ഉപകരിക്കുമെന്ന് പരിശുദ്ധ പിതാവിന് തോന്നിയത് കൊണ്ടാണ് ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് പിതാവ് അതിനായിട്ട് ഒരുങ്ങാനൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ജൂബിലിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നത് 2024 മെയ് 9-നാണ്. പിതാവ് ഔദ്യോഗികമായിട്ട് 1 കൊല്ലം മുമ്പാണ് ജൂബിലി പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന് മുമ്പേ 22 മുതലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പരിശുദ്ധ പിതാവ് ഈ ജൂബിലിയെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറയുന്നു, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. ജൂബിലി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ധാരാളം കേട്ടിട്ടുള്ളവരാണ്. നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ, വൈദികരുടെയൊക്കെ പൗരോഹിത്യ സേവനത്തിൻ്റെ ജൂബിലി നമ്മൾ കൊണ്ടാടുന്നു. 25, 50, 60, 75 ഒക്കെ.
വിവാഹ ജീവിതം നയിച്ചവരുടെ വിവാഹത്തിൻ്റെ 25ഉം 50ഉം ഒക്കെ കൊണ്ടാടും. ഇപ്പോൾ ജൂബിലി ആഘോഷം, ജൂബിലി എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? ജോബേൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ജൂബിലി വരുന്നത്. ജോബേൽ എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മുട്ടനാടിൻ്റെ കൊമ്പെന്നാളു. മുട്ടനാടിൻ്റെ കൊമ്പ്. ഇപ്പോൾ മുട്ടനാടിന് അത്രയും വലിയ കൊമ്പുണ്ടോ? ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുക, വലിയ കൊമ്പുകളൊക്കെ ഉള്ള ആട് കാണും. ആ കൊമ്പെടുത്ത് അത് കാഹളം ഊതാനായിട്ട് അത് വിനിയോഗിക്കുന്ന ഒരു പതിവ് പരമ്പരാഗതമായിട്ട് ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവിൻ്റെ വാഴ്ച വരുന്നു, രാജാവ് സ്ഥാനം ഏറ്റെടുക്കുന്നു, രാജാവ് രാജ്യം പിടിച്ചടക്കുന്നു, യുദ്ധത്തിൽ വിജയിക്കുന്നു. ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ള കൊമ്പുകൾ ഉപയോഗിച്ച് കാഹളം മുഴക്കുക പതിവായിരുന്നു. പഴയ രീതിയായിരുന്നു കാഹളം മുഴക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊമ്പ് കൊണ്ടാണ് ഈ കാഹളം മുഴക്കിയിരുന്നത്. ഇപ്പോൾ ജൂബിലി വർഷത്തെ പറ്റി ലേവായ പുസ്തകം 25-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒരു 8 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. നമ്മൾ 50-ാം ജൂബിലിയൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിക്കാറുമുണ്ട്. നമ്മൾ ലേവായ പുസ്തകമാണ്. ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല, പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും 2-3 സൂചനകൾ നമുക്ക് പറയാം. എനിക്ക് ഇച്ചിരി ചൂടുവെള്ളമോട് കൊണ്ടുപോയിക്കാൻ അങ്ങനെയായിരിക്കും. നമുക്ക് 2-3 സൂചനകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജൂബിലി വർഷം ദൈവത്തിന് നന്ദി പറയേണ്ട വർഷമാണ്. ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മളൊക്കെ ഇന്നത്തെ നിലയിലായിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ കൃപകളും ദൈവത്തിൻ്റെ കൃപ, അനേകരുടെ പ്രോത്സാഹനങ്ങൾ, അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നന്ദി പറയാൻ നമ്മൾ കടപ്പെട്ടവരാണെന്ന കാര്യം. ജൂബിലി വർഷം വിശുദ്ധമായി ആചരിക്കണം. തിരുവചനം പറയും വിശുദ്ധമായി ആചരിക്കണം, തമ്പുരാനോട് കൂടുതൽ അടുക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ളൊരു വർഷമാണ്. വിശ്രമത്തിൻ്റെ വർഷം കൂടിയാണ്. കാരണം ജൂബിലി വർഷം 50-ാം വർഷമാണ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 50-ാം വർഷത്തിൽ അധ്വാനിക്കേണ്ട, വിശ്രമിക്കുക. ആ വർഷത്തേക്ക് വേണ്ടത് കൂടി ശേഖരിക്കാൻ അതിൻ്റെ തലേ വർഷം നമ്മൾ അധ്വാനിക്കണം. ആ ഒരു വർഷത്തിൽ നമ്മുടെ പറമ്പിലും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശേഖരിക്കാൻ പോകരുത്. അത് പരദേശികൾക്കും വിധവകൾക്കുമായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ ജൂബിലി വർഷം കൊണ്ടാടുമ്പോൾ പാവപ്പെട്ടവരും പരദേശികളും വിധവകളും ആയിട്ടുള്ള ആളുകളെ പറ്റിയുള്ള ചിന്ത വേണമെന്ന സൂചന എപ്പോഴും ഉണ്ട്. മറ്റൊരു ചിന്ത പറയുന്നത് പിതൃഭവനത്തേക്ക് നമ്മൾ തിരിച്ചു വരണം. ജൂബിലി വർഷത്തിൽ സ്വന്തം മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒക്കെ ആർക്കെങ്കിലും അകൽച്ച തോന്നുന്നെങ്കിൽ അവർ തിരിച്ചു വരേണ്ട ഒരു വർഷമാണ് ജൂബിലി വർഷം. പിതൃഭവനത്തേക്ക് ഒപ്പം ദൈവത്തിൻ്റെ പക്കൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവഭക്തിയിലേക്ക് തിരിച്ചു വരാനുള്ള വർഷം കൂടിയാണ് ജൂബിലി വർഷം എന്നുള്ള സൂചന നമുക്ക് കാണാൻ കഴിയും. നവീകരണത്തിൻ്റെ വർഷമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ട വർഷം. മനുഷ്യരാണല്ലോ നമുക്കൊക്കെ ഓരോ ബലഹീനതകളെ കാണാം, തഴക്ക ദോഷങ്ങളുണ്ടാകാം, ദുശീലങ്ങൾ നമുക്കുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി കൂടിയാണ് ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നത്. സർവോപരി ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള വർഷമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ കാര്യം. ഒപ്പം നമുക്കറിയാം ഓരോ ജൂബിലിയും ഒരു പുനർസമർപ്പണത്തിൻ്റെ വർഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ജൂബിലിയൊക്കെ വരുമ്പോൾ 25 or 50 ആകുമ്പോൾ അവരവരെടുത്ത വ്രതങ്ങൾ നവീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു നവീകരിക്കുന്ന വർഷം ഒന്നുകൂടി പുനർസമർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വീണ്ടും സമർപ്പിച്ച് മുന്നേറാനുള്ള ഒരു വർഷമായിട്ടാണ് ജൂബിലി വർഷത്തെ കണക്കാക്കുന്നത്. ഇങ്ങനെ ഒത്തിരി ചിന്തകൾ ജൂബിലിയെ പറ്റി പറയുന്നുണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് ഒത്തിരി നേരെയല്ല, അത്യാവശ്യത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സഭയിൽ ഇങ്ങനെ ജൂബിലി ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്നു. 1300 ജൂബിലി ആഘോഷിക്കാൻ തുടങ്ങിയത് സഭയിൽ. 1300 പറയുന്നത്. അത് കഴിഞ്ഞ് തുടങ്ങി ഓരോ 100 വർഷം കൂടുന്തോറും ഇങ്ങനെ ജൂബിലി കൊണ്ടാടിയിരുന്നു. ഈശോയുടെ ജനനത്തിൻ്റെ ഓർമ്മ എന്ന നിലയിൽ ഓരോ 100 വർഷത്തിലും. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിയും പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമായപ്പോഴത്തേക്കും ആ 100 വർഷം എന്നുള്ളത് 50 വർഷമാക്കി ചുരുക്കി. ഓരോ 50 വർഷത്തിലും ജൂബിലി ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് അത് 25 വർഷത്തിലേക്ക് വന്നു. അങ്ങനെ ആ ദൈർഘ്യം കുറച്ച് കൊണ്ടുവരാൻ കാരണം മനുഷ്യരെ കൂടുതൽ ഇതുകൊണ്ട് ഉപകരിക്കട്ടെ, അല്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ പക്കലേക്ക് കൂടുതൽ അടുക്കട്ടെ, വിശുദ്ധി വളരാൻ ഇടയായി തീരട്ടെ എന്ന ചിന്തയോടുകൂടിയാണ്. അങ്ങനെ എല്ലാ 25 വർഷങ്ങളിലും ജൂബിലി വർഷമാണ് സഭയിൽ. അതേസമയത്ത് പരിശുദ്ധ പിതാവിന് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് ജൂബിലികൾ പ്രഖ്യാപിക്കാം.
2020 ഒരു 2000 ആണ്ടിൽ ഒരു പ്രത്യേക ജൂബിലി ആയിരുന്നു. ഈശോ ജനിച്ചിട്ട് 2000 വർഷം തികയുന്ന അന്ന് പ്രത്യേക ജൂബിലി ഉണ്ടായി. 2015 കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രത്യേക ജൂബിലി വരികയുണ്ടായി. അതൊക്കെ പ്രത്യേക ജൂബിലികളാണ്. ഇപ്പോഴേ ഇത് സാധാരണയുള്ള ഒരു ജൂബിലി വർഷമാണ് 2025. ഇപ്പോൾ ഈ ജൂബിലി പ്രഖ്യാപിക്കുന്ന വേളയിൽ പരിശുദ്ധ പിതാവിൻ്റെ മനസ്സിൽ 2 വർഷം നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങണം എന്ന് പിതാവ് പറഞ്ഞിരുന്നു. 2 വർഷം ഒരുങ്ങണം. വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഒരുക്കമൊക്കെ തീർന്നു. ഇപ്പോൾ നമ്മൾ ജൂബിലി വർഷത്തിലാണ്. എങ്കിലും നിങ്ങളിന്ന് ഓർമ്മപ്പെടുത്തിയാണ് 2023 വർഷത്തെ പരിശുദ്ധ പിതാവ് വിശേഷിപ്പിച്ചത് ആൻ ഇയർ ഓഫ് കൗൺസിൽ എന്നാണ് പറഞ്ഞത്. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വർഷം എന്നാണ് സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു പുനർവായന നടക്കണം. 1962 ഒക്ടോബർ 11 തുടങ്ങി 1965 ഡിസംബർ 8 വരെയാണ് കൗൺസിൽ കൂടിയത്. 2ാം വത്തിക്കാൻ കൗൺസിൽ ഒരൊറ്റ സിറ്റിംഗ് അല്ല, പല സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ അഭിമന്യ വള്ളപ്പള്ളി പിതാവൊക്കെയാണ് ആ കൗൺസിലിൽ പങ്കെടുത്തത്. ഞാനൊക്കെ വളരെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഞാൻ 63-ലാണ് മനസ്സെമിനാരി കയറുന്നത്. പിതാവ് കൗൺസിലിൽ പോയിട്ട് തിരിച്ചു വന്ന് ഓരോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ആ കൗൺസിൽ 16 പ്രമാണ രേഖകൾ പാസ്സാക്കിയിരുന്നു. ആ പ്രമാണ രേഖകൾ അടങ്ങുന്ന പുസ്തകമൊക്കെ ഒരു പക്ഷേ നമ്മുടെ കാണും. അധ്യാപകരുടെ കയ്യിലെങ്കിലും മതാധ്യാപകരുടെ കയ്യിലെങ്കിലും കാണും. ഇടവക ലൈബ്രറിയിൽ അച്ഛന്മാരുടെ കയ്യിലും സിസ്റ്റർമാരുടെ കയ്യിലും ഒക്കെ കാണും. അപ്പോൾ പിതാവ് പറയുകയാണ്, ആ ജൂബിലിയുടെ രേഖകൾ ഒന്നുകൂടി എടുത്ത് നമ്മൾ വായിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നു 4 രേഖകൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനം പ്രസംഗിക്കുന്നവരും അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കുന്നവരൊക്കെ അത് ഓർക്കുന്നത് നല്ലതാണ്. 4 പ്രമാണ രേഖകൾ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് വായിക്കണം. ഒന്ന്, ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന സഭയെ പറ്റിയുള്ള പ്രമാണരേഖയാണ്. 2ാമത് ആരാധനാക്രമത്തെ പറ്റിയുള്ള പ്രമാണരേഖ. 3ാമത് പറഞ്ഞിരിക്കുന്നത് ദൈവാവിഷ്കരണത്തെ പറ്റിയുള്ള പ്രമാണരേഖ. 4ാമത് സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്ന പ്രമാണരേഖ. ഈ 4 പ്രമാണരേഖകൾ എടുത്ത് വായിക്കണം. കാരണം ഇപ്പോഴും നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 60 വർഷമായി. 60 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പരിശുദ്ധ പിതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക പ്രബോധനത്തിൽ എപ്പോഴും ധാരാളം ഉദ്ധരണികൾ 2ാം വത്തിക്കാൻ കൗൺസിലിൽ നിന്നുണ്ട്. കാരണം ആ കൗൺസിലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സഭയുടെ പഠനങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോഴായാലും ഒന്ന് കുത്തിയിരുന്ന് വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വൈദികരും സമർപ്പിതരൊക്കെ ആ പുസ്തകം ഒന്നുകൂടി തുറന്ന് വായിച്ചാൽ അത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും. സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണല്ലോ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 2024 വർഷം പരിശുദ്ധ പിതാവ് പറഞ്ഞത് ആൻ ഇയർ ഓഫ് പ്രയർ എന്നാണ് പറഞ്ഞത്. ആൻ ഇയർ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ഒരു വർഷമായിരിക്കണം. 2024 കഴിഞ്ഞു. എനിക്ക് തോന്നിയാണ് നമ്മുടെ സീറോ മലബാർ സഭയിൽ, നമ്മൾ കുറ്റം പറയുകയല്ല, ഞാനൊരു പിതാവ് എന്നതിൽ സീറോ മലബാർ സഭയിൽ ഇതേപ്പറ്റിയൊരു വേണ്ടത്ര ഒരുക്കം അങ്ങ് നടന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലിറ്റർജി ഇഷ്യൂ ഒക്കെ കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ചില ഇഷ്യൂ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അതേസമയം നമ്മുടെ ലാറ്റിൻ ബിഷപ്സും ലാറ്റിൻ സഭയ്ക്ക് ധാരാളം ഒരുക്കങ്ങൾ നടത്തുന്നു ആഗോള സഭയോട് ചേർന്ന്. പോയിട്ട് 2024 ആയപ്പോൾ നമ്മൾ ചിന്തിക്കാനും പ്ലാനൊക്കെ തയ്യാറാക്കാനും തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഞാനതങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി അതിരൂപതയായി 2024 വർഷം നമ്മൾ നന്നായി ഒരുങ്ങിയുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ദിവ്യകാരുണ്യ വർഷമായിട്ടാണ് കഴിഞ്ഞ വർഷം ആചരിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ ഇടവകളിലും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ ദിവ്യകാരുണ്യ ആരാധന, മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ, ഇങ്ങനെ പല പ്രോഗ്രാമുകൾ നടക്കുകയുണ്ടായി. പിന്നീട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഫൊറോനകളിലും ഒരു ഫൊറോനയിൽ ഒരേ സമയത്ത് എല്ലാ ഇടവകളിലും ദിവ്യകാരുണ്യ ധ്യാനം നടക്കുകയുണ്ടായി. മധ്യനും പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവർ പല ടീമുകൾ ഒരുങ്ങി ദിവ്യകാരുണ്യ ധ്യാനം നടത്തിയുണ്ടായി. അത് വലിയൊരു അനുഭവമായിരുന്നു. വിശുദ്ധ കുർബാനയെപ്പറ്റി പഠിക്കാനും വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനും നമുക്കൊത്തിരി പ്രചോദനം തന്നാണ്. നമ്മൾ മിക്കവാറും എല്ലാ വർഷങ്ങളും ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ നടന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ഒന്ന്, നമ്മൾ ഡിസംബർ മാസത്തിൽ നടത്തിയ മരിയൻ തീർത്ഥാടനമായിരുന്നു. എടൂരിൽ നിന്ന് ചെമ്പേരിയിലേക്കും ആലക്കോട് നിന്ന് ചെമ്പേരിയിലേക്കും കാൽനടയായി നമ്മൾ നടത്തിയ മരിയൻ തീർത്ഥാടനം. അതിനുവേണ്ടി ധാരാളം ഒരുക്കങ്ങൾ നടന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആളുകൾ അതിലൊന്ന് പങ്കെടുത്തു എന്നുള്ളതാണ് സത്യം. നമ്മുടെ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചെറുപ്പക്കാരായ ദമ്പതികളും യൂത്തും യുവജനങ്ങളും
കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ അതിൽ പങ്കെടുത്തു. അതിശയം തോന്നിയായിരുന്നു നമുക്ക്. നമ്മുടെ പ്രിയമുള്ള സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അമ്ലാൻ പിതാവ് തന്നെയും എടൂർന്ന് യാത്ര ചെയ്ത് ചെമ്പേരി വരെ സമയത്ത് എത്താൻ വേണ്ടി അങ്ങോട്ട് സ്വല്പം മുമ്പോട്ട് പിതാവ് ഒരു കാറിൽ കയറി പോന്നു എന്നേ ഉള്ളൂ. എങ്കിലും പങ്കെടുക്കുകയുണ്ടായി. ഞാനും പങ്കെടുത്തു. പക്ഷെ മുഴുവൻ നേരം നടക്കാൻ പോയില്ല. ഞാനൊരു 5-6 കിലോമീറ്റർ നടന്നു. കുന്നോത്ത് തുടങ്ങി ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട് അമ്പലത്തെട്ടുന്ന് വരെ. എന്ന് പറഞ്ഞാൽ നമ്മളതിൽ എല്ലാവരും പങ്കെടുത്തു. അപ്പോൾ പരിശുദ്ധപിതാവ് പറയുകയാണ്, ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ തീർത്ഥാടനത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ നല്ലൊരു തീർത്ഥാടനമാണ് നമ്മൾ നടത്തിയത്. പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാനും അമ്മയോടുള്ള ഭക്തിയിൽ വളരാനും അമ്മ മുഖേന ഈശോയുടെ പക്കലേക്ക് അടുക്കാനും ഒരവസരമായിരുന്നു. അവസാനമായിട്ട് കഴിഞ്ഞ ഡിസംബർ മാസം 11, 11, 12, 13, 14 തീയതികളിൽ ചിറ്റാരിക്കൽ അല്ലെങ്കിൽ തോമാവൂരത്ത് വെച്ച് നമ്മൾ നടത്തിയ ദിവ്യകാരുണ്യ കൺവെൻഷനും കോൺഗ്രസുമാണ്. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മനോഹരമായ കൺവെൻഷനാണ്. ഒരുപക്ഷെ എല്ലാവർക്കും പോയി കൂടാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ തന്നെ ആദ്യ ദിവസം അവസാന ദിവസമേ പോയുള്ളൂ. ബാക്കി ഞാൻ അവിടെ ഇരുന്ന് കൂടുകയാണ് ചെയ്തത്. പക്ഷെ അത് മനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് അവസാനത്തെ ദിവസത്തെ ദിവ്യകാരുണ്യ പ്രദർശനം, അതിൽ പങ്കെടുത്തവർക്ക് അതിൻ്റെ ആ പ്രാർത്ഥന ചൈതന്യത്തെ അങ്ങനെ ലയിച്ചു ചേർന്ന് പോവുകയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ അതിൻ്റെ മനോഹരിത കാണാൻ കഴിയും എല്ലാ വിധത്തിലും. അപ്പോൾ അതൊരു ആത്മീയ ഉണർവിനും ഉത്തേജനത്തിനൊക്കെ നമ്മൾ ഏറെ ഉപകരിച്ചു. വിശുദ്ധ കുർബാനയുള്ള ഭക്തിയിൽ ആ ദിവ്യകാരുണ്യ പ്രദർശനം പോകുമ്പോൾ തോമാപുരത്തെ ടൗണിലുണ്ടായിരുന്ന കടകളിലും അതിൻ്റെ പല നിലകളിൽ ആളുകൾ കയറി നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇപ്പോഴും ഓർക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് നന്നായി ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തമ്പുരാന് നന്ദി പറയാം. പിതാവിനെ ഓർക്കാം. ഇതല്ലെങ്കിൽ ക്രമീകരിച്ചതിനെ ഓർത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ 24-ാം വർഷം ആൻ ഇയർ ഓഫ് പ്രെയറാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥന എത്രമാത്രം വേണം നമുക്കറിയാം. നമ്മളിപ്പോഴും ഒരുമിച്ച് നിന്ന് മുന്നേറുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ ഒരു മുഖമുദ്രയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, നിങ്ങൾക്കറിയാം ബാക്കി എന്നാ പറഞ്ഞത്? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുന്നു. ഫാദർ പേറ്റൻ്റെ വാക്കുകളാണ്, പാട്രിക് പേറ്റൻ്റെ വാക്കുകളാണ്. ജവമാല പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം. 16 പ്രാവശ്യം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ജവമാലയുടെ ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ വരിക. നമ്മൾ മാതാപിതാക്കളും മുതിർന്നവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നവരായിട്ട് വളർന്നു വരും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, സമയം കുറവാണെങ്കിലും. ഞാൻ ഒരിക്കൽ എൻ്റെ ഇടവ അതിനായിട്ട് നടവേലാണ്. ഞാനൊരു ആവശ്യത്തിന് കുർബാനയ്ക്ക് ചെന്നു. അവിടെ കുർബാനയ്ക്ക് പോയി. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് ചെന്നിങ്ങനെ തിരുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിതാവ് എൻ്റെ വീട്ടിലൊന്ന് വരുമോ? ഞാൻ ഇങ്ങനെ അന്ന് എനിക്ക് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് കാര്യം? എൻ്റെ ഭാര്യ തീരെ സുഖമില്ലാതെ കിടക്കുക, പിതാവ് വന്നൊന്ന് പ്രാർത്ഥിച്ചു പോകണം. ഞാൻ പറഞ്ഞു, കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് മറുപടി പറയാമെന്ന് ഞാൻ പറഞ്ഞു. കുർബാന കഴിയുമ്പോൾ പറയാം. കുർബാന കഴിഞ്ഞ് വികാരിച്ചനോട് പറഞ്ഞു. വികാരിച്ചു പറഞ്ഞു, പിതാവ് പോകണ വഴിയാണല്ലോ, ജസ്റ്റ് അങ്ങ് കയറിയപ്പോൾ മതി, ഒന്ന് കയറിയിട്ട് പോകുന്നതാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാനവിടെ ചെന്നു, മണിയടിച്ചു. ഈ ചേട്ടനും ഒരു 5-6 പിള്ളേർ വന്ന് എന്നെ സ്വീകരിച്ചു. കുഞ്ഞുമക്കളാണ്, 3, 4 ഒക്കെ വയസ്സ് പ്രായമുള്ളവരാണ്. ആ ചേട്ടത്തി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്ത് ചെന്നു. കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് സ്വല്പം തിരക്കുണ്ട്, ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ എന്ന് ചോദിച്ചു. ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ എന്ന് പറയുകയും ആ കൂടി നിന്ന് 5-6 മക്കൾ ഓർമ്മ ഓടിപ്പോണം കേട്ടു. അങ്ങ് ഓടിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? ഈ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കൊച്ചങ്ങോട്ട് ഓടിപ്പോക്കളഞ്ഞ്, ഇതിന് പ്രാർത്ഥനയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് അത് ഓടിപ്പോയത്. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്താ നടന്നതെന്നറിയാവോ? ആ ഓടിപ്പോയ കുഞ്ഞ് ഒരു പുൽപ്പായും എടുത്തുകൊണ്ട് എൻ്റെ പക്കലേക്ക് വന്നിരിക്കുക. ഓടിപ്പോയിട്ട് ഒരു പുൽപ്പായും എടുത്ത് വന്നു എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ചേട്ടൻ പറയുക, പിതാവേ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പുൽപ്പ വിരിച്ചിട്ടെന്നാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് അവൾ കൊണ്ടുവന്ന് വിരിച്ച. പിതാവ് അങ്ങോട്ട് കയറി നിന്നു, അവൾക്കൊരു സന്തോഷമാകട്ടെ. ഒരു കൊച്ചു കുഞ്ഞാണ്, ഒരു 3 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിന് ഓർമ്മ വന്നു, വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പുൽപ്പായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മുതിർന്നവരായി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ കണ്ടുപഠിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി ഞായറാഴ്ച പള്ളി വരുന്നവരാണോ, ആ കുഞ്ഞ് പള്ളി വരാൻ വേണ്ടി ഒരുങ്ങും. പ്രായമായാലും അവർ വരും. കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് എപ്പോഴും പുറത്തിങ്ങനെ അഴിച്ചു വിടരുത്. നമ്മൾ കന്നാലി അഴിച്ചു വിടുന്ന പോലെ ചിലർ അഴിച്ചു വിട്ടേക്കുവാണ്. അത് ശരിയല്ല. അവരെ അഴിച്ചു വിട്ടാൽ പിന്നെ അവരെപ്പോഴും പുറത്ത് തന്നെയായിരിക്കും, അകത്ത് കയറില്ല.
വിചാരിച്ചുമാർ എത്ര പറഞ്ഞാലും അവരകത്ത് കയറിയില്ല, കാരണം അവരെ പുറത്ത് നിന്ന് ശീലിച്ചു പോയി. അതേസമയത്ത് ചില മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളെയും വേണ്ടി വരുമ്പോൾ മടിയൊക്കെ ഇരുത്തി അല്ലെങ്കിൽ അടുത്തിരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുർബാനയിൽ പങ്കെടുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞ് ഇവിടെ വന്ന് ഈ അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങുക, അപ്പൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുക, ഈ കുഞ്ഞിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരണമായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ തന്നെയും. പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് ചിന്ത വന്നു, ഉൾക്കാഴ്ച കിട്ടി, അത് കൊണ്ടുവരുന്നതല്ല. കാരണം നമ്മൾ തിരുവചനം വായിക്കുമ്പോഴും വചനം വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ ആ വചനം ആ കുഞ്ഞറിയാതെ തന്നെ അതിനെ സ്പർശിക്കുന്നുണ്ട്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 15:3 പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്താൽ തന്നെ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്താൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ വചനമൊന്നും കേൾക്കാതെ വലതും ചിന്തിച്ച് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? അങ്ങനെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വചനം നിങ്ങളെ സ്പർശിക്കും. അശ്വത് കുറച്ചുകൂടെ ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എത്ര അധികമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്പർശിക്കും. പ്രിയമുള്ളവർ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയായാലും പള്ളി വരുന്ന കാര്യമായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യമായാലും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അതെല്ലാം കണ്ടുപഠിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ അവർ കണ്ടുപഠിക്കും. ഒരു തെറ്റിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയി, എൻ്റെ സ്വന്തം കാര്യങ്ങൾ പറയുന്ന ആളിച്ചോട് നല്ലത് എപ്പോഴും. ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മച്ചിയുള്ള കാലമാണ്. അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കട്ടൻ ചായ അവിടെ കൊണ്ടുവച്ചു. ഞാൻ ഇങ്ങനെ കട്ടൻ ചായ അന്ന് കുടിക്കുന്നത് കൊണ്ടുവച്ചു. അപ്പോൾ എൻ്റെ അനിയൻ്റെ കൊച്ച്, അവൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3-4 വയസ്സായിട്ട് കാണും അന്ന്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അവൾക്ക് 30-31 വയസ്സായി. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ ഇത് നല്ല ബ്രാൻഡി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് നല്ല ബ്രാൻഡി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ചോദിച്ചു, നീ എവിടെ നിന്ന് ഈ ബ്രാൻഡി കണ്ടിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെ? പപ്പ ഇവിടെ ബ്രാൻഡി കൊണ്ടുവരുന്നുണ്ടോ അച്ഛാന്ന് പറഞ്ഞു. പപ്പ, എൻ്റെ അനുജൻ്റെ ഒരു മിലിറ്ററിക്കാരനാണ്. ഈ മിലിറ്ററിക്കാർക്ക് കോട്ടയുണ്ട്, മിലിറ്ററി കോട്ട എന്ന് പറയും. മിലിറ്ററിയിൽ നിന്ന് പോന്നാൽ അവർ കോട്ടയൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എപ്പോഴാണ് കൊണ്ടുവരുന്നത്? അതിങ്ങനെ വല്ലപ്പോഴും കൊണ്ടുവരുമ്പോൾ പപ്പയുടെ കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ കൂടുന്നുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ മനസ്സിൽ അത് കയറി. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായല്ലോ. ഞാൻ അതിനോട് ചോദിച്ചു, നീ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ, കഴിക്കാറുണ്ടോ? നിങ്ങൾ കൊണ്ടുവരുമോ കഴിക്കുമോ, അത് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം. പക്ഷെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച് കഴിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ആരെയും മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ അനിയൻ മരിച്ചുപോയി. അവൻ നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് അവനെപ്പറ്റി അഭിമാനമേ ഉള്ളൂ. എന്നാലും സാന്ദർഭികമായിട്ട് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്മയായാലും തിന്മയായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും എന്നുള്ളതിനാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഇത് പറഞ്ഞു വന്നത് നമ്മുടെ പ്രാർത്ഥന കാര്യത്തെ പറ്റിയാണ്. പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകണം. പ്രിയമുള്ളവർ, യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ജപമാല ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപേക്ഷിക്കരുത്. വചനം വായിക്കുന്നതും ഒക്കെ. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില കുറവ് വരുത്തേണ്ടി വന്നേക്കാം, അത് നിങ്ങൾ ഉചിതമായിട്ട് ചെയ്തു, പക്ഷേ ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ പരിശുദ്ധ പിതാവ് പറയുകയാണ്, 2024 an year of prayer ആണ്. പ്രാർത്ഥിച്ചൊരുങ്ങണമായിരുന്നു. നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞ സ്ഥാനത്ത്. ഇപ്പം നമ്മൾ 2025 ജൂബിലി വർഷമാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത് ഈ ജൂബിലി വർഷം an year of celebration എന്നാണ് പറഞ്ഞിരിക്കുന്നത്. an year of celebration, ആഘോഷിക്കേണ്ട വർഷമാണ്. എന്നിട്ട് പിതാവ് 3 പ്രധാന പ്രവൃത്തികൾ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പഠനം, പ്രാർത്ഥന, തീർത്ഥാടനം. ഇതാ പറഞ്ഞിരിക്കുന്നത്, പഠനം, പ്രാർത്ഥന, തീർത്ഥാടനം. 2021 പഠനമായിരുന്നു, 24 പ്രാർത്ഥനയുടെ വർഷമായിരുന്നു, 25 ജൂബിലി ആഘോഷത്തോടൊപ്പം തീർത്ഥാടനങ്ങൾ നടത്തേണ്ട വർഷമാണ്. ഈ ഒരു വർഷം 2025 എത്രമാത്രം ആളുകളായിരിക്കും തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി പോകുന്നത്. റോമിലേക്ക് തന്നെ ധാരാളം ആളുകൾ ചെല്ലും. മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഫാത്തിമയിലേക്കും ലൂർദിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകും. നമ്മൾ തന്നെ ഈ തീർത്ഥാടനത്തിൽ പോകും, നമുക്കറിയാം. അപ്പോൾ തീർത്ഥാടനത്തിൻ്റെ വർഷമാണ്. ഇനി ഈ an year of സെലിബ്രേഷനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ പിതാവ് 3 തരം സെലിബ്രേഷനെ പറ്റി പറയുന്നു. ഇപ്പം നമ്മുടെ ആരാധനയായിട്ടും കൂടെ ബന്ധപ്പെടുത്തി നമുക്ക് പോകാൻ കഴിയും. പരിശുദ്ധ പിതാവ് 3 തരം സെലിബ്രേഷനെ പറ്റി പറയുന്നു. ഒന്നാമത്തെ സെലിബ്രേഷൻ, ടു സെലിബ്രേറ്റ് ജീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു സെലിബ്രേറ്റ് ജീസസ്, ഈശോയെ ആഘോഷിക്കണം ഈ വർഷത്തിൽ. ഈശോ എങ്ങനെ ആഘോഷിക്കുക? വിളിച്ചു വരുത്തി നല്ലൊരു സെലിബ്രേഷനൊക്കെ നടത്തി സ്വർഗത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണോ? അല്ല, പരിശുദ്ധ പിതാവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈശോയെ പറ്റി കൂടുതൽ അറിയണം നമ്മൾ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രൈസ്തവരാണ്, കത്തോലിക്കരാണ്, ഒത്തിരി അറിവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെന്ന് ഭാവിക്കുന്നവരാണ് നമ്മൾ. സത്യത്തിൽ ഈശോയെ പറ്റി അറിവ് വളരെ പരിമിതമാണ്, നമുക്ക് വളരെ പരിമിതമാണ്.
ഞാൻ ഈ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് പാസ്റ്ററൽ വിസിറ്റിന് പോകുമ്പോൾ 1 മണിക്കൂർ സമയം കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കുമായിരുന്നു. ഉച്ച കഴിഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു പല ചോദ്യങ്ങൾ. വേദപാഠ പുസ്തകങ്ങൾ ഓരോ പുസ്തകത്തിലൂടെയും കടന്നു പോയിട്ട് പുസ്തകത്തിന് പേര് പറയും. അത് ചോദിക്കാമായിരുന്നു, ഈശോ ആരാണെന്നൊന്ന് പറയാവോ, ഈശോയെ പറ്റിയുള്ള അറിവ്. ചില കുഞ്ഞുങ്ങളൊക്കെ പറയും, പക്ഷെ വളരെ ചുരുക്കേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഈശോ ആരാണ് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് ഈശോയെ പറ്റി ഒത്തിരിയേറെ വിമർശനങ്ങൾ, എതിർപ്പുകൾ, മറ്റു വ്യാഖ്യാനങ്ങൾ ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഈശോ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ. ഈശോ ആരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല ഈ സമയത്ത്. ഈശോ അറിയുക. വിശുദ്ധ ജെറോമാണ് പറഞ്ഞിരിക്കുന്നത്, വേദപുസ്തകത്തെ പറ്റിയുള്ള അജ്ഞത ഈശോയെ പറ്റിയുള്ള അജ്ഞതയാണ്. വേദപുസ്തകം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഈശോയെ പറ്റിയുള്ള അജ്ഞതയാണ്. അപ്പോൾ വേദപുസ്തകം അറിയുക, അതാണ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ഈശോ അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം വചനം വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് 2, 3, 4 എത്ര വായിച്ചാലും ഇല്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടി 9 മണി മുതൽ. എന്തിനാ അറിയാവോ, തിരുവചനം വായിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ, ലോകം മുഴുവനുണ്ട് അവരുടെ ഗ്രൂപ്പ്, എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുകയാണ്. ആ ഒരു വചനം വായിക്കാൻ തുടങ്ങിയിട്ട് 1400 ദിവസം ഇന്നലെ പൂർത്തിയാകുക. 1400 ദിവസം ഇന്നലെ പൂർത്തിയാകുകയാണ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞു. 4ാം കൊല്ലത്തിൽ 300 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ കിട്ടുകയും അവർ 4 വർഷം പൂർത്തിയായി മുടങ്ങാതെ വായിച്ചു പോവുകയാണ്. എനിക്ക് എല്ലാ ദിവസവും ഒന്ന് പങ്കുചേരാൻ പറ്റുമെങ്കിലും അവരുടെയൊക്കെ ഞാൻ മറിച്ച് നോക്കാറുണ്ട്, ആരൊക്കെ കയറുന്നുണ്ട്, ഏതൊക്കെ പോർഷനാണ് വായിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ദൈവവചന വായന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ വചനത്തോടുള്ള താല്പര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും വചനങ്ങൾ വായിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന നേരത്തെ നമ്മൾ തന്നെ സ്വന്തമായി വചനം വായിക്കണം. നിങ്ങളൊരു വീഡിയോ കണ്ടിരിക്കും കുറച്ച് നാൾ മുമ്പ്. ഒരു വീഡിയോ എല്ലാവരും ഉണ്ടാക്കിയതാണോ, നമ്മളെ ഫൂളാക്കാൻ വേണ്ടി, നമ്മളെ കളിയാക്കാൻ വേണ്ടിയാണോ, നന്മയ്ക്ക് വേണ്ടിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനും കണ്ടിരിക്കാം. ഒരു വഴിയാണ്. ഒരു വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ മൈക്കുമായിട്ട് നിന്നു. നിങ്ങൾ കാണാമല്ലോ, ഈ ചാനലുകാരിങ്ങനെ മൈക്കുമായിട്ട് നിൽക്കും ഇല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് വന്യമൃഗ ശല്യം വന്നു, 2 പേരെ ദിവസം കൊന്നു. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് വഴിയിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് ചോദിക്കുക, ഹൂ ആർ യു? അതിൽ പോകുന്നൊരു ഓരോരുത്തരോടും വിളിച്ച് ചോദിക്കുക, ഹൂ ആർ യു? ചിലർ പറയും ഐ ആം എ ക്രിസ്ത്യൻ. അങ്ങനെ കുറേ പേര് പറയും. അപ്പോൾ അയാൾ പറയും, ടെൽ മീ സംതിങ് അബൌട്ട് ജീസസ് ഫ്രം ബൈബിൾ. ടെൽ മീ സംതിങ് അബൌട്ട് ജീസസ് ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ നിന്ന് ഈശോയെ പറ്റി എനിക്ക് എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് ഏതാനും വചനങ്ങൾ പറയാമോ? സോറി, ഐ ആം നോട്ട് ഏബിൾ, ഐ കാനോട്ട് സേ. ആരും മറുപടി പറയുന്നില്ല. പലരോടും ചോദിക്കും, ബൈബിളിൽ നിന്ന് ഒരു വചനം പറയാവോ, ഈശോയെ പറ്റി എന്തെങ്കിലും പറയാവോ? ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അങ്ങ് വിട്ടുപോയി. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് അയാൾ ചെല്ലും, അവരോട് ചോദിക്കും, ഹൂ ആർ യു? സോറി ഏട്ടാ, ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല, ആരും ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. അവർ പറയുക, ഐ ആം എ മുസ്ലിം. അങ്ങനെ കുറേ പേര് ഐ ആം എ മുസ്ലിം. ഉടനെ പറയുക, ടെൽ മീ സംതിങ് ഫ്രം ദ ഹോളി ഖുറാൻ. ഖുറാനിൽ നിന്ന് എന്തെങ്കിലും വചനം പറയാം ഞങ്ങളോട്. ഉടനെ അവർ വെള്ളം പോലെ ഖുറാനിൽ നിന്ന് വചനം പറയും. ഒരു മടിയും കൂടാതെ ഖുറാനിൽ നിന്ന് വചനം കോട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. സത്യമല്ലേ? നമ്മുടെ ആൾക്കാരോട് ചോദിച്ച ഒരു വചനം വേദപുസ്തകത്തിൽ നിന്ന് കൊട്ടേഷൻ അടക്കം പറയോ? വെറുതെ വചനം പറഞ്ഞേക്കും, പക്ഷെ അത് എവിടെയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അത് അപ്പോൾ നമ്മൾ വചനം വായിക്കണം, പഠിക്കണം. കുഞ്ഞുമക്കൾക്ക് ഇവിടെ ഇരിപ്പടിച്ചാൽ കുറച്ച് പേരെ ആണെങ്കിലും നമ്മളത് കൊട്ടേഷൻ അടക്കം പറയാൻ സാധിക്കണം. ഇത് സർവ്വലോകത്തിനും സന്തോഷം നൽകുന്ന സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു അല്ലേ. ആട്ടിടയന്മാരുടെ പക്കൽ ചെന്ന് മാലാഖമാർ പറഞ്ഞു, എന്താണ് സദ്വാർത്ത? നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ ഇന്ന് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. പക്ഷെ അത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ലൂക്ക് 2:14 വരെ പോകണ്ട, അത് 3 മൈൽ മുന്നോട്ട് പോയി. 2:10 ലൂക്ക് 2:10. അപ്പം അങ്ങനെ പഠിക്കണം, അങ്ങനെ കൃത്യം പഠിക്കണം. ഞാനിതവിടെ ഒരു സെമിനാരിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ കൊട്ടേഷൻ പറയുന്നത് എനിക്ക് തോന്നിയില്ല. അല്ല, ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. ഞാൻ പറഞ്ഞു റോമൻസ് 12:12 എന്ന് പറഞ്ഞു. ഓർമ്മയെന്ന് പറഞ്ഞാൽ റോമൻസ് 12:11. ഉടനെ ഒരു കൊച്ചൻ അവിടെ ഇരുന്നിട്ട് കൈ ഉയർത്തി എന്നിട്ട് പറഞ്ഞു, റോമൻസ് 12:11 പിതാവേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംശയം വേണ്ട, നമുക്ക് എടുത്ത് വായിക്കാം. അവൻ പറഞ്ഞതാ ശരി, പിതാവായ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പോൾ റോമൻസ് 12:11 ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. അങ്ങനെ വേണം വചനം വായിക്കാനായിട്ട് അല്ലേ. ഇതാ ഞാൻ യുഗാന്ത്യം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എവിടെയാണ് കിടക്കുന്നത്? മത്തായി 28 ബാക്കി കേട്ടിട്ടുണ്ട്. മത്തായി 28:20 മത്തായി 28 അവസാനത്തെ അങ്ങനെ വചനം വായിക്കണം.
അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം പേര് ഉണ്ട് കേട്ടോ, അത് ഓർത്തേക്കണം. ഈ കുന്നോത്ത് നമ്മുടെ മേജർ സെമിനാരിയിൽ കഴിഞ്ഞ വർഷം ജൂബിലി വർഷമായിരുന്നു. ഇപ്പോൾ ജൂബിലി വർഷത്തിൽ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് ബൈഹാർട്ടായിട്ട് അവർക്കറിയാവുന്ന വചനങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. മത്സരം, വചനം എഴുതണം, കൊട്ടേഷനും എഴുതണം. 400-ൽ പരം വചനം എഴുതിയ പിള്ളേരുണ്ട്. 400-ൽ പരം വചനം കൊട്ടേഷൻ അടക്കം എഴുതി സമ്മാനം മേടിച്ച പിള്ളേരുണ്ട്. കുറേ പേര്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പരിശുദ്ധ പറയുകയാണ്, ജൂബിലി വർഷം നമ്മൾ ഈശോയെ അറിയണം. ഈശോ അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം വചനം വായിക്കുക. വചനത്തിലുണ്ട് ഈശോ ആരാണെന്നുള്ളത്. വചനം വായിക്കുക. രണ്ടാമത് ഈശോയെ സ്നേഹിക്കുക. അതാണ് ഈശോയെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ മനസ്സ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. അത് നമ്മൾ വായിക്കുന്നത് വേദപുസ്തകത്തിലുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനമാണ്. ലൂക്കോസ് 12:28 പറയും. അതാണ് വചനം. അപ്പോൾ ഈശോയെ സ്നേഹിക്കണം നമ്മൾ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുരിശും വരച്ച് കട്ടിലേക്ക് ഒന്ന് കുത്തിയിരുന്ന് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതിന് പ്രത്യേക പരിജ്ഞാനമെല്ലാം വേണം. അതിന് എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യാത്ര പോകുന്നതിനിടയ്ക്ക് ഒരു 10 സുഹൃദേവം ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൊച്ചുരസ്യ പുണ്യവതിയും അൽഫോൻസ പുണ്യവതിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന കാര്യമാണ് അതൊക്കെ. ആ സുഹൃദയവങ്ങൾ ചൊല്ലി സമർപ്പിക്കുക. അടുക്കളയിൽ അരയ്ക്കുമ്പോഴും ഇടിക്കുമ്പോഴും ഒക്കെ ഇത് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? ഒരു മടിയും കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈശോയെ ഞാൻ നിന്നെ അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പരിശുദ്ധ പിതാവ് പറയുകയാണ്. പിന്നീട് പറയുകയാണ് ഈശോയെ അടുത്തനുഗമിക്കണം ഈശോയെ. പറ്റുന്നിടത്തോളം ഈശോയെ ചേർന്ന് നിൽക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈശോയുടെ പ്രമാണങ്ങൾ, ഈശോയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അതാണ് അടുത്തനുഗമിക്കുക എന്ന് പറയുന്നത്. ഈ ധനകാലം അങ്ങ് തീരാൻ പോവുകയാണ്. വരുന്ന ഞായറാഴ്ച എന്ത് കാലം തുടങ്ങും? നോമ്പ് കാലമാണ്. നോമ്പിനെ പറ്റി ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? നോമ്പ് വരാൻ പോവുകയാണ്. പിറ്റേ ദിവസം വിഭൂതി തിങ്കളാഴ്ചയാണ്. പിന്നെ നമ്മൾ കർശനമായ ജീവിതത്തിലേക്ക് പോകണം. ഈ നോമ്പും കൂടെ കഴിഞ്ഞ് അടുത്ത വലിയ നോമ്പിന് ഞാൻ കർശനമായിക്കോളാം എന്ന് പറഞ്ഞ് നിന്നാൽ പോരാ. അടുത്ത വലിയ നോമ്പിന് ആരുണ്ടാവുന്ന ആർക്കറിയാവുന്നേ? അപ്പോൾ ഈ നോമ്പ് കാലത്ത്, ഈ ധനകാലത്തെ വായനയിൽ പലപ്പോഴും കുറേ വായനകൾ വന്നിരുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, ഈശോ പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക. 3 കാര്യങ്ങളാണ്. സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, പിന്നെ എന്നെ അനുഗമിക്കണം. ഈ സ്വയം പരിത്യജികളൊക്കെ വലിയ പണിയാണ് അല്ലേ? സ്വയം നമ്മളെല്ലാവരും ഈഗോ ഉള്ളവരാണ്, ഈഗോ കോംപ്ലക്സ്. ഞാനവിടെ വന്ന് ഇറങ്ങി, മാത്യച്ചനൊരു പൂവായിട്ട് വന്നു, മാത്യച്ചൻ വന്നില്ലായിരുന്നു, ആരും എന്നെ സ്വീകരിച്ചില്ലല്ലോ, പൂ കൊണ്ടുവന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ? നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ, ഞാൻ എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, പൊക്കിക്കൊണ്ട് നടക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ, ഇതൊക്കെ ഈഗോയാണ്. അതൊക്കെ നമ്മൾ വിടാൻ കഴിയണം. നമുക്കിച്ചിരി വിഷമം വന്നു, പ്രയാസം വന്നു, മറ്റൊരാൾ നമ്മളെപ്പറ്റി നന്മ പറഞ്ഞില്ല, മോശമായിട്ട് പറഞ്ഞു, വിമർശിച്ച് പറഞ്ഞു, കുറ്റം പറഞ്ഞു, പോട്ടെ. അതാണ് ഈഗോ. അപ്പോൾ സ്വയം പരിത്യജിക്കാൻ കഴിയണം. രണ്ടാമത് കുരിശെടുക്കണം. അനുദിന ജീവിതത്തെ കുരിശെടുക്കണം. കുരിശുകൾ ഇഷ്ടം പോലെയാണ്. ഈശോ വഹിച്ച മരക്കുരിശ് മാത്രമല്ല, അത് വേണമെങ്കിൽ ചോന്നുകൊണ്ട് പോയായിരുന്നു. പക്ഷേ അനുദിന ജീവിതത്തിൽ കുറേ കുരിശുകൾ വരുന്നൊക്കെ അല്ലേ? ഇഷ്ടം പോലെ ജോലിയായിട്ട് ബന്ധപ്പെട്ടത്, ജീവിതവുമായി ബന്ധപ്പെട്ട കുരിശുകൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ അത് സ്വീകരിക്കുക, ആ കുരിശെടുക്കുക, എന്നിട്ട് ഈശോയെ അനുഗമിക്കുക, അടുത്ത ഈശോ അനുഗമിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ സകല പ്രവർത്തനങ്ങളിലേക്കും ഈശോയെ നമ്മൾ കൊണ്ടുവരണം. ഈശോയോട് ചേർന്ന് വേണം നമ്മളെല്ലാ പ്രവർത്തനവും നടത്താൻ. ഈശോയോട് ചേർന്ന് കുരിശ് വഹിച്ചപ്പോൾ ശമയോന് കുരിശ് ഭാരമായോ ഇല്ലയോ? ഭാരമല്ലായിരുന്നു. ആദ്യം അവനോട് കുരിശ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ദുഃഖമായിരുന്നു. പക്ഷേ ഈശോയുടെ കുരിശ് അവൻ വഹിക്കാൻ തുടങ്ങിയപ്പോൾ അത് ലളിതമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുരിശ് എടുത്ത് ഈശോയുടെ പിന്നാലെ പോവുക. പരിശുദ്ധപിതാവ് പറയുകയാണ്, അടുത്ത ഈശോയെ അനുഗമിക്കണം. ക്ലേശങ്ങളായാലും എന്ത് വന്നാലും ഈശോയോട് ചേർന്ന് നിൽക്കുക. ഇതാണ് ഒന്നാമത്തെ പറയുക കാര്യം, ടു സെലിബ്രേറ്റ് ജീസസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു വർഷത്തെ ആരാധന പോകുമ്പോൾ നമുക്കൊന്ന് പരിശ്രമിക്കാം ഈശോയെ കൂടുതൽ അറിയാൻ, കൂടുതൽ സ്നേഹിക്കാൻ, ഈശോ അടുത്ത് അനുഗമിക്കാൻ. കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈശോയെ അടുത്ത് അനുഗമിക്കുന്ന വ്യക്തികളെന്ന് വേണം തീരുമാനം എടുത്തു പോകാൻ. ഈശോയ്ക്ക് ഉചിതമായിട്ട് ഞായറാഴ്ച വരുന്നു, സ്വല്പം ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, ഇന്ന് കിടന്ന് ഉറങ്ങിക്കളയാം, പള്ളിയിൽ പോകണ്ട ഇന്നത്തെ ദിവസം. അന്നല്ല, എന്തായാലും വേണ്ടിയില്ല, നീ പള്ളിയിൽ പോയിട്ടേ ഉള്ളൂ ചിന്തിക്കുക. ഞാനൊരു ഉദാഹരണം പറയും. ഞാൻ മാനന്തവാടിയിൽ വേദപാഠ ഡയറക്ടറായിട്ട് കുറേ നാൾ ജോലി ചെയ്തു. അപ്പം ഞാൻ ഞായറാഴ്ച ഇങ്ങനെ വേദപാഠം സന്ദർശിക്കാൻ പോകും. വേദപാഠം സന്ദർശിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് മനസ്സ് വന്ന് ചിന്തിക്കുക, വേദപാഠം സന്ദർശിക്കാൻ ഒരു കൊച്ചിടവയിൽ ചെന്നു. 35 വീട്ടുകാരേ ഉള്ളൂ. കഷ്ടിയാണ്, പള്ളിയുടെ ചുറ്റുപാടൊക്കെ ഇരുന്ന് വേദപാഠം എടുക്കുകയാണ്. ഞാനൊരു ക്ലാസ്സിൽ കയറി ചെന്ന് 7ാം ക്ലാസ്സാണ്.
ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ചേരും ക്ലാസ് എടുത്തോ, ഞാനിവിടെ ഇരുന്നോളാം പിള്ളേരുടെ ഒപ്പം. ഒരു 5 മിനിറ്റ് ആയിരുന്നു അവിടെ ഇരുന്നു. ടീച്ചർ ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ മതി, ഞാൻ പിള്ളേരുടെ ചോദ്യമൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. 1-2 ചോദ്യമൊക്കെ ചോദിച്ചു. ഒരു കൊച്ചനിങ്ങനെ അവൻ്റെ കൈക്ക് എന്തോ പറ്റിയിട്ട്, ഒടിവാണോ ചതവാണോ, ഇങ്ങനെ കൈ പ്ലാസ്റ്റർ ഇട്ട് കഴുത്തെ വള്ളിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് എന്ന് വന്ന, നീ എന്തിനാണ്, നിനക്ക് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ, നീ എന്തിനാ ഇങ്ങനെ ഇതും വെച്ചുകൊണ്ട് പള്ളിയിൽ വന്നത്, നീ ഏത് വീട്ടിലാണെങ്കിൽ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, എൻ്റെ ഇതല്ല പ്രിയ അച്ഛോ, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ട്. അവർ പറഞ്ഞു സഹനവും പ്രയാസമൊക്കെ വരുമ്പോൾ ഈശോയെപ്രതി സഹിക്കണം സന്തോഷമായിട്ട്. അങ്ങനെ ആ ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആ കൊച്ചു എന്നോട് പറഞ്ഞ അതാണ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു, ഇച്ചിരി സഹനവും പ്രയാസമൊക്കെ വരുമ്പോൾ നീ അത് സഹിച്ചു വരണം. ആ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് അവൻ മറ്റുള്ളവരുടെ കൂടെ നിർത്താനെ കുറഞ്ഞ് രസിക്കുന്നു. അപ്പോൾ അതോടെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം പോകുമ്പോൾ ഞാൻ തന്നെ അവിടുത്തെ വിചാരിച്ച് തന്നെയില്ല, ഞാനേ ഉള്ളൂ. ഞാൻ ആ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ചേർന്ന് നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ ഒരു കൊച്ചു അവിടെ നിൽക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. അതിൻ്റെ കവിള് മുഴുവൻ വീർത്തിരിക്കുക. എന്താ, പല്ലുവേദനയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടത്തി ഇനി വരുന്നുണ്ട്. ആ ചേട്ടത്തി വന്ന് കൊച്ചിൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടത്തി വന്ന് ചോദിച്ചു, ഈ കൊച്ചിനെ എന്തിനാണ് പള്ളി വിട്ടതെന്ന് ചോദിച്ചു. കാരണം പെട്ടെന്നുള്ള പ്രതികരണം, ഈ പല്ല് മുഴുവൻ ഈ നീരും വെച്ച് ഈ കുഞ്ഞിനെ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ വിട്ടത്. ചേട്ടത്തി എന്നാ പ്രതികരിച്ചതറിയാമോ, ഇന്നലെ വരെ അവൾ സ്കൂളിൽ പോയതാ അച്ഛാ, ഇന്നലെ വരെ അവൾ സ്കൂളിൽ പോയതാ, പിന്നെ ഇന്ന് ഞായറാഴ്ച അവൾക്ക് ഇനി വന്നാൽ എന്നാ കുഴപ്പം. ഓക്കെ, സാധാരണ മനുഷ്യരുടെ വിശ്വാസമാണ്. ഇന്നലെ വരെ അവളിൽ കവിള് വീർത്ത കവിളും വെച്ച് സ്കൂളിൽ പോയെങ്കിൽ പള്ളി വരാൻ പാടില്ലേ? ആ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ മാതൃകയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തോ പറഞ്ഞ അതിലേക്ക് പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ടു സെലിബ്രേറ്റ് ജീസസ്. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഈശോയെ സെലിബ്രേറ്റ് ചെയ്യണം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈശോയെ പറ്റി പഠിക്കണം, അറിയണം, അടുത്തനുഗമിക്കണം. രണ്ടാമതൊരു പരിശുദ്ധ പിതാവ് പറയുന്നത് ടു സെലിബ്രേറ്റ് ദ ചർച്ചാണ്. ടു സെലിബ്രേറ്റ് ദ ചർച്ച്, മലയാളത്തിൽ സഭയെ ആഘോഷിക്കുക. സഭയെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്കൊക്കെ അറിവുണ്ട്. സഭയെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരെ ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത വരും, അത് വികാരിച്ചനും കൊച്ചച്ഛനും അച്ഛനും അല്ലേ, പിതാവും സിസ്റ്റർമാരൊക്കെ അടങ്ങുന്നതല്ലേ സഭ. അങ്ങനെയല്ലേ? ആണോ സഭ? അത് അതിനപ്പുറത്താണോ? നിങ്ങളെന്ത് പറയുന്നു? സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കൂടെ സഭ അല്ലേ? സഭ ദൈവജനമാണ്. മോൾ എത്രയില്ല വേദപാഠം പഠിക്കുന്നത്? 7 ആയിട്ടുള്ളൂ അല്ലേ? 9 ആണെങ്കിൽ ചോദ്യം ചോദിക്കാമായിരുന്നു. 9ാം ക്ലാസ്സിലെ വേദപാഠ പുസ്തകം സഭ എന്ന് പറയുന്ന ആരാധന സമൂഹം എന്നാണ് പറയുന്നത്. സഭ ആരാധന സമൂഹമാണ്. സഭ ദൈവജനമാണ്. സഭ 8ാം ക്ലാസ്സിലെ പുസ്തകം സഭ ദൈവജനം എന്നാണ് പറയുന്നത്. 7ാം ക്ലാസ്സിലെ പുസ്തകം ഇപ്പോൾ അവരോട് ചോദിക്കുന്നില്ല, ഈശോയുടെ പ്രബോധനങ്ങളാണ് അല്ലേ? ഈശോയുടെ പ്രബോധനമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സഭ ദൈവത്തിൻ്റെ ജനമാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ സഭയാണ്. പരിശുദ്ധ പിതാവ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്, അത് ദൈവജനം മാത്രമല്ല, സിനഡാത്മകതയാണ് സഭ. ചർച്ച് ഈസ് സിനഡൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചർച്ച് ഈസ് സിനഡൽ. സിനഡിനെ പറ്റി നമുക്കറിയാം. സിനഡാത്മകത എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുന്ന സമൂഹം. നമ്മളെങ്ങോട്ടാണ് ഒരുമിച്ച് നടക്കുന്നത്? ഇന്ന് മണ്ഡലത്തേക്ക് പോകുന്നു എല്ലാവരും കൂടെ. നാളെ ചെമ്പേരിക്കായിരിക്കാം, നാളത്തെ കഴിഞ്ഞാൽ ആലക്കോടാകാം. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണ്. നിത്യ ജീവനാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം അല്ലേ? ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? അപ്പോൾ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ് നമ്മൾ. വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠിപ്പിക്കലാണത്. അപ്പോൾ തീർത്ഥാടകരാണ് നമ്മൾ, യാത്രക്കാരാണ് നമ്മൾ എന്ന കാര്യം ഓർക്കുക. ഞാൻ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. എൻ്റെ സഭ നമ്മൾ സഭ എന്താണെന്ന് പറഞ്ഞു പറയാം. സഭ ദൈവജനമാണ്, സിനഡാത്മകതയാണ്. പരിശുദ്ധ പിതാവ് പറയാണ്, ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ സഭയെ എന്ന് പറഞ്ഞാൽ സഭയെപ്പറ്റി കരുതലുള്ളവരായിരിക്കണം. 2-3 കാര്യങ്ങൾ. ഒന്ന്, സഭയുടെ പ്രബോധനങ്ങൾ അടുത്തറിയുക എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ അടുത്തറിയുക. നമുക്ക് വേണ്ട പ്രബോധനങ്ങളെല്ലാം പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഓരോ സമയത്ത് തരുന്നുണ്ട്. ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക പ്രബോധനങ്ങൾ, അപ്പസ്തോലിക നിർദ്ദേശങ്ങൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ എൻസിക്ലിക്കൽസ്, അപ്പസ്തോലിക് ലെറ്റേഴ്സ്, അപ്പസ്തോലിക് ഇൻസ്ട്രക്ഷൻസ്, അപ്പസ്തോലിക് എക്സോർട്ടേഷൻ, ഇങ്ങനെ വിവിധങ്ങളായ രീതികളിലൂടെ പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് കിട്ടുന്നു. ആഴ്ചതോറും അത് വരുന്നുണ്ട്. ഒബ്സർവാത്തോരെ റൊമാനോ എന്ന് പറയുന്ന റോമിൻ്റെ ഔദ്യോഗിക പത്രം എടുത്ത് വായിച്ചാൽ പരിശുദ്ധ പിതാവ് ഓരോ ദിവസവും കൊടുക്കുന്ന മുഴുവൻ പ്രഭാഷണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്.
ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങൾ, അപ്പോൾ സഭയെ നയിക്കുന്ന പിതാക്കന്മാരിലൂടെ പരിശുദ്ധ പിതാവ്, നമ്മുടെ സിനഡൊക്കെ ആണെങ്കിൽ നമ്മുടെ റാഫേൽ മെത്രാപ്പോലീത്ത, നമ്മുടെ പമ്പ്ലാനി പിതാവ്, ഓരോ രൂപതയിലും പിതാക്കന്മാർ നൽകുന്ന പ്രബോധനങ്ങൾ, അതിലൂടെ നമ്മൾ സഭയെ അടുത്തറിയണം. നമ്മൾ ചിലപ്പോൾ ഈ പ്രബോധനങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിരിക്കാം, പക്ഷെ പലപ്പോഴും നമുക്ക് ഒത്തിരി അറിഞ്ഞുകൂടാ പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മൾ ആ പ്രബോധനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത് പരിശുദ്ധ പിതാവ് പറയുകയാണ്, സഭയോടുള്ള ഒരു പ്രതിബദ്ധതയിൽ നമ്മൾ വളരണം. കമ്മിറ്റ്മെൻ്റാണ്. നമ്മളാണ് സഭയെങ്കിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കണം. ഇപ്പോൾ നമ്മുടെ ഇടവക മണ്ഡല ഇടവയാകട്ടെ, അതിൽ നടുവിൽ ഇടവയാകട്ടെ, പല ഇടവയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. എങ്കിലും ആ ഇടവയോട് ചേർന്ന് പോകാൻ നമുക്ക് കഴിയണം. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക, അതിരൂപതയുടെ നന്മയ്ക്ക് വേണ്ടി, രൂപതയുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ഒരുമിച്ച് സഭയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ ഇടവകയെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ രൂപതയെ സ്നേഹിക്കണം, നമ്മുടെ സഭയെ നമ്മൾ സ്നേഹിക്കണം, ആഗോള സഭയെ സ്നേഹിക്കണം. സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരായിരിക്കുന്ന അവരുടെ കോൺഗ്രിഗേഷനും ഒരു സന്യാസിനി സമൂഹമാണ്. ആ സന്യാസിനി സമൂഹത്തെയും അവർ സ്നേഹിക്കേണ്ടതുണ്ട്. ഇതാണ് സഭയെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ അറിയുക, സഭയുടെ പ്രതിബദ്ധതയിൽ നിൽക്കുക, സഭയെ സ്നേഹിക്കുക, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. നമ്മുടെ സഭയും വളരണം. അപ്പോൾ നമ്മുടെ മക്കളിൽ ദൈവവിളിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടോ, അവരെ സമർപ്പണ ജീവിതത്തേക്കായിട്ട് കൊടുക്കണം. വൈദികനാകാനും സിസ്റ്റേഴ്സ് ആകാനൊക്കെ മാറ്റിവെക്കണം. കുടുംബജീവിതം വേണം, തീർച്ചയായിട്ടും. കുടുംബജീവിതത്തേക്ക് പോകാൻ മക്കൾ റെഡിയാണ്. ജീവിതത്തിലേക്കുള്ള വിളിയെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സഭയെ ആഘോഷിക്കും. മൂന്നാമതായിട്ട് ഇവരുള്ള കേൾക്കത്തില്ലായിരിക്കും. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ടു സെലിബ്രേറ്റ് അവർ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ടു സെലിബ്രേറ്റ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ആഘോഷിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസം നമുക്ക് കിട്ടിയ വലിയ ദാനമാണ്. മാമോദീസയിലൂടെ, കൂദാശയുടെ സ്വീകരണത്തിലൂടെ ദൈവം നമുക്ക് തന്ന ദാനമാണ്. നമ്മളാരും ഉണ്ടാക്കിയെടുത്തല്ല വിശ്വാസം, ദൈവം കൊടുത്ത ദാനമാണ്. അബ്രാഹത്തിന് ദൈവം കൊടുത്ത ദാനമാണ് വിശ്വാസം. നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വലിയ ദാനം, വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊണ്ടവരാണ്. അപ്പോൾ നമ്മൾ അതിനെ ആഘോഷിക്കണം, വളർത്തിയെടുക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തെ വളർത്തിയെടുക്കുന്ന വിധത്തിലാകണം. എന്നിട്ട് പിതാവ് പറയാണ്, വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ടു സെലിബ്രേറ്റ് ദ ചർച്ച് എന്നായിരുന്നു. സഭയെ ആഘോഷിക്കുക എന്നാണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ ഒരു 3-4 പോയിന്റ് പറഞ്ഞിരുന്നു. മൈക്ക് പോയപ്പോൾ പറഞ്ഞ് കേട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. സഭയോടുള്ള പ്രതിബദ്ധതയിൽ സഭയുടെ പ്രബോധനത്തെ മനസ്സിലാക്കുക, സഭയോട് പ്രതിബദ്ധതയുള്ളവരാകുക, സഭയെ സ്നേഹിക്കുക, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളാൻ കഴിയണം. അമ്മ ത്രേസ്യയുടെ വാക്കുകളാണ്. അമ്മ ത്രേസ്യ ആവിലായിൽ അമ്മ ത്രേസ്യയാണ്. മാഹിയിൽ നമ്മൾ പോകാറുണ്ട്. അമ്മ ത്രേസ്യ പുണ്യ പറയുകയാണ്, ഞാനൊരു ക്രൈസ്തവ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുകയാണ്, അഭിമാനം കൊള്ളുകയാണ്. നമുക്കും വേണം ആ കാര്യം. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ടു സെലിബ്രേറ്റ് അവർ ഫെയ്ത്ത് ആണ്. നമ്മുടെ വിശ്വാസത്തെ ആഘോഷിക്കണം. വിശ്വാസം ദൈവം നമുക്ക് തന്ന ദാനമാണ്. മാമോദീസയിലൂടെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് വിശ്വാസം നമ്മൾ അവരുടെ വിശ്വാസത്തിലാണ് നമ്മൾ മാമോദിസ മുക്കപ്പെട്ടത്. അത് മഹത്വമുള്ളതാണെന്ന് അവർക്കും സഭയ്ക്കും അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാമോദിസ കൊടുക്കുന്നത്. ഇപ്പം മാമോദിസയിലൂടെ നമുക്ക് കിട്ടിയ ആ വിശ്വാസത്തെ നമ്മൾ പടിപടിയായിട്ട് വളർത്തിയെടുക്കണം. അത് പരിശുദ്ധ പറഞ്ഞതെല്ലാം കൂടി ചേർക്കുകയാണ്. ഒന്ന്, കുടുംബങ്ങളിൽ ആ വളർച്ച നടക്കേണ്ടത്. മാതാപിതാക്കളാണ് ആദ്യത്തെ മതാധ്യാപകർ. കുടുംബങ്ങളിൽ അവരുടെ ജീവിത മാതൃക, അവരുടെ നല്ല പ്രാർത്ഥന, ഇതിലൂടെയൊക്കെ അത് കുഞ്ഞുങ്ങൾ കണ്ടു പഠിച്ചു വളരണം. പിന്നെ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ, വേദപാഠ ക്ലാസ്സുകളിലൂടെ കുഞ്ഞുങ്ങൾ നല്ല അധ്യാപകർ, നല്ല സിസ്റ്റേഴ്സ്, നല്ല വൈദികർ, ബ്രദേഴ്സ്, അവരൊക്കെ പഠിപ്പിച്ചു വളരണം. അപ്പോൾ പരിശുദ്ധ പറയുകയാണ്, വിശ്വാസത്തെ വളർത്താൻ വേണ്ടി ദൈവം നമുക്ക് ഓരോരുത്തർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്, നമുക്ക് കിട്ടിയ കഴിവുകളെ വളർത്തിയെടുക്കാം. നാനാവിധ കഴിവുകളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവാണ് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഉദാഹരണത്തിലേക്കൊന്നും പോകുന്നില്ല. ചിലർക്ക് നന്നായി പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ചില നല്ല പ്രസംഗം പറയും. ചില പിള്ളേർ നല്ല ഡാൻസ് ചെയ്യും. ചിലർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. ചിലർ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. ചിലർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും കഴിക്കാൻ പറ്റില്ലാത്തവരുണ്ട്. ചിലർ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യും. നമ്മൾ പറയില്ലേ, ചിലർക്ക് നല്ല കൈഗുണമുണ്ടെന്ന് പറയും. അവരെന്നാ കൊണ്ട് നട്ടാലും പിടിക്കും. ചിലർക്ക് മനുഷ്യരോടൊക്കെ നന്നായിട്ട് ഇടപെടാൻ പറ്റുന്നവരാണ്. സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കും നന്നായിട്ടൊക്കെ. ചിലർ വലിയ കർക്കശക്കാരാണ്,
പലതരം സ്വഭാവമാണ്. പക്ഷേ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ചില മക്കൾക്ക് ഒന്ന് വായിച്ചാൽ മതി, അല്ലല്ലോ ഓർമ്മയുണ്ട്. ക്ലാസ്സിലിരുന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്ന കേട്ടാൽ മതി, പിന്നെ പുസ്തകമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. അവരത് ഓർത്തിരിക്കും. തമ്പുരാനെ സ്തുതി. നമ്മൾ മണ്ടന്മാർ എത്ര തവണ വായിച്ചിട്ടാണ് അല്ലേ കയറി പോന്നിരിക്കുന്നത്. അപ്പോൾ ആ ദൈവം ഇങ്ങനെ വ്യത്യസ്തമായ കഴിവാണ് കൊടുത്തിരിക്കുന്നത്. ഈ വ്യത്യസ്തമായ കഴിവുകൾ കൂടിയ ആളുകൾ അവരുടെ കഴിവുകളെല്ലാം വിനിയോഗിച്ച് വളരുമ്പോൾ സഭ വളരുകയാണ്, കുടുംബങ്ങൾ വളരുകയാണ്. അത് ഓർക്കേണ്ടത്. പരിശുദ്ധപിതാവ് പറയുകയാണ്, നമ്മുടെ കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കണം. എന്ത് കഴിവാണോ ദൈവം നമുക്ക് തന്നത് അതിനെ പൂഴ്ത്തി വയ്ക്കാൻ പാടില്ല. ഈശോ താലന്ത് കൊടുത്ത കാര്യം പറയുന്നില്ലേ? ഒരുത്തിന് 5 കൊടുത്തു, ഒരുത്തിന് 3 കൊടുത്തു, ഒരുത്തിന് 1 കൊടുത്തു. 5 കിട്ടിയവൻ പോയി കച്ചവടം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 3 കിട്ടിയവനും പോയി സമ്പാദിച്ചു. 1 കിട്ടിയവൻ എന്നെ ചെയ്തു? എൻ്റെ യജമാനൻ ദുഷ്ടനും അല്ലേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവനെ പേടിച്ച് മണ്ണിൽ കുഴിച്ചു വെച്ചു. അപ്പോൾ ഈശോ അവസാനം വിളിച്ചിട്ട് അവനോട് പറയും, ഞാൻ ദുഷ്ടനും ലഭിക്കാത്തതെന്ന് ചോദിക്കുന്നതിനൊക്കെ നിനക്ക് അറിയാമായിരുന്നില്ലേ? എൻ്റെ ആ താലന്ത് നീ വല്ലവരെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്ന കഴിവുകളെ വളർത്തിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒപ്പം നമ്മൾ ചെയ്യണം, നമ്മുടെ വിശ്വാസത്തിനെ വളർത്തുവാൻ വേണ്ടി വിശ്വാസ അനുസൃതമായ തീരുമാനങ്ങൾ എടുത്തു പോകണം. നമ്മൾ ഓരോ തീരുമാനവും എടുക്കുമ്പോഴും. ഇപ്പോൾ പ്രാർത്ഥനാ സമയമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാം. എന്നാൽ ഇന്ന് പള്ളിയിൽ പോകേണ്ട, ഞായറാഴ്ച നമുക്കൊരു ടൂർ അങ്ങ് പൊക്കളയാം, ഒരു പിക്നിക്. ഗതികേടിന് ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഞായറാഴ്ച ദിവസങ്ങൾ പിക്നിക്ക് കൊണ്ടുപോകും. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഞായറാഴ്ച ദിവസം പള്ളിയിൽ ഇരിക്കേണ്ട ദിവസമാണ്. അവരൊരു സൗദി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം. നല്ല കാര്യം കഴിയുമ്പോൾ ഒരു 10 രൂപ ഈശോ 10 രൂപ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ബാഗിൽ നിന്നോ കീശയിൽ നിന്നോ എടുക്കണമെന്നൊരു ഒരു ഒരു പ്രലോഭനം. എന്തിനാ? ഐസ്ക്രീം വാങ്ങിത്തന്നെ. ഞാൻ എടുക്കുന്നില്ല, അത് കളവല്ലേ, വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ കൊച്ചും ചെറുതും വലുതുമായ കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ വിശ്വാസപരമായ തീരുമാനം എടുക്കുക. പരിശുദ്ധപിതാവ് പറയുകയാണ്, മൂല്യാധിഷ്ഠിതമായ ജീവിതം വളർത്തിയെടുക്കുക. മൂല്യങ്ങൾ, വാല്യൂസാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ട്. വാല്യൂസ്, മൂല്യങ്ങൾ. നമ്മുടെ വല്യപ്പനും വല്യമ്മച്ചിയും നമ്മളവിടെ വീട്ടിലെ വരാന്തയിൽ കസേരയിൽ ഇരിപ്പാന്ന് വിചാരിച്ചു. അപ്പോഴാണ് വല്യപ്പച്ചൻ പറമ്പിൽ പോയിട്ട് കയറി വരുന്നത്. ഒന്നോടെ ചമരം മെടിഞ്ഞ് അവിടെ ഇരിക്കുകയാണോ വേണ്ടത്, അതൊന്ന് എഴുന്നേൽക്കുകയാണോ വേണ്ടത്? എഴുന്നേൽക്കുക. അപ്പോൾ ഒരു ആദരവ്, ഒരു സ്നേഹം, അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നമ്മൾ, അല്ലേ? പഠിപ്പിച്ചാലേ അവർക്ക് കിട്ടത്തുള്ളൂ. ഒരു സഹായം ചോദിച്ച ഒരാൾ വരികയാണ്, 10 തെറിയും പറഞ്ഞ് അവനെ കാർക്കിച്ച് തുപ്പി ഓടിക്കുകയാണെങ്കിലോ കുഞ്ഞുങ്ങളത് പഠിക്കും. അതേസമയത്ത് വരുന്ന ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം, ഒരു ഇച്ചിരി ഭക്ഷണമായിരിക്കാം, അതിൽ സ്വല്പം പൈസ, ഇപ്പോൾ പൈസ കൊടുക്കരുതെന്നാണ് പൊതുവെ പറയുന്നത്. ആണോ? അത് സ്നേഹം. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അത് കൊടുത്തു വിടും, കൊടുക്കാൻ പറയും, അത് കൊടുക്കും. അങ്ങനെ പഠിപ്പിക്കണം. നമ്മൾ മൂല്യങ്ങൾ വളർത്തിയെടുക്കണം. ഗുരുഭൂതന്മാരെ കണ്ടാൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, ഭയങ്കര തിരക്കാണ്, ഒരു വിധത്തിലാണ് ഞാനൊരു സീറ്റ് ഒപ്പിച്ചെടുത്തത്. അപ്പോഴാണ് ഗതികേടിന് എൻ്റെ പഠിപ്പിച്ച സാറ് കയറി വരുന്നു. കുടുങ്ങിയില്ലേ? കണ്ടില്ല എന്ന് വെച്ച് കണ്ണു അടച്ചിരുന്ന് ഉറങ്ങിക്കളയാം. ആണോ? അല്ല, സാറല്ലേ, പ്രായമുള്ള ആളല്ല, സീറ്റൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഗർഭിണിയായൊരു സ്ത്രീ, കുഞ്ഞിനെ പിടിച്ചൊരു സ്ത്രീ കയറി വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മൂല്യങ്ങളാണ് ചെയ്തു കൊടുക്കുക നമ്മൾ പറയും. അങ്ങനെയുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കാനാണ് പരിശുദ്ധപിതാവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആരാധനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള മൂല്യങ്ങളും വളർത്തിയെടുക്കണം. നമ്മൾ സാക്ഷികളായിത്തീരണമെന്ന കാര്യം ഞാൻ കുറേ പറഞ്ഞു. ഞാൻ പതുക്കെ അവസാനിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷം 2025 സെലിബ്രേഷൻ്റെ വർഷമാണ്. 3 തരം സെലിബ്രേഷൻ പരിശുദ്ധപിതാവ് പറഞ്ഞത് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കാം. 1, ടു സെലിബ്രേറ്റ് ജീസസ്, ഈശോയെ സെലിബ്രേറ്റ് ചെയ്യുക, ഈശോയെ അറിയുക, സ്നേഹിക്കുക, അടുത്തനുഗമിക്കുക. 2, ടു സെലിബ്രേറ്റ് ദ ചർച്ച്, സഭയുടെ പ്രബോധനങ്ങൾ അടുത്തറിയണം, വായിക്കണം, മനസ്സിലാക്കണം, സഭയെ സ്നേഹിക്കണം, സഭയോട് പ്രതിബദ്ധതയുള്ളവരാകണം, സഭാംഗമായിരിക്കുന്നതിൽ സന്തോഷിക്കണം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകണം. 3ാമതായിട്ട് പറഞ്ഞത് ടു സെലിബ്രേറ്റ് അവർ ഫെയ്ത്താണ്. ഫെയ്ത്ത്, ദൈവം തന്ന വലിയ ദാനം, നന്ദി പറയാം. നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാം. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെയും നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കാം. വിശ്വാസാനുസൃതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് പരിശുദ്ധപിതാവ് ഉദ്ദേശിക്കുന്നത് ഈ ജൂബിലി വർഷത്തിൽ. അപ്പോൾ നമ്മുടെ ജൂബിലി വർഷത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ്. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥനയും ആരാധനയും ഉണ്ടാകട്ടെ. ഈ
നിത്യാരാധന സെൻറ്റർ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന MSJ സഭാ സമൂഹത്തെ ഓർക്കുന്നു. പ്രൊവിൻഷ്യാളമേടക്കം എല്ലാവരെയും, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ആളുകളെ ഓർക്കുന്നു. ഇവിടെ ശുശ്രൂഷയെ സഹായിക്കുന്ന ധാരാളം പേര് കാണും. പാട്ട് പാടാനും വചനം പ്രസംഗിക്കാനും പ്രാർത്ഥന നടത്താനൊക്കെ അവരെ ഓർക്കുന്നു. നമ്മുടെ പ്രിയമുള്ള വികാരിച്ചൻ, കൊച്ചച്ഛൻ, മറ്റച്ഛന്മാരെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യ ഈശോയെ, ഈ ജൂബിലി വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയിൽ വളരാനുള്ള വർഷമാക്കി തീർക്കണേ. പരിശുദ്ധപിതാവ് ആഗ്രഹിക്കുന്നു ജൂബിലി വർഷം നമ്മൾ തീർത്ഥാടനങ്ങൾ പോകണം. എങ്ങോട്ടെങ്കിലും തീർത്ഥാടനം പോകണം. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ചെമ്പേരിക്കായാലും വേണ്ടില്ല, ചെമ്പേരി പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന ദേവാലയങ്ങൾ പോകുക. പൂർണ്ണ ദണ്ഡമോചനം പ്രാപിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് പരിശുദ്ധപിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്നാപിതാവും ഒരു നന്മ നിറഞ്ഞതും ഒരു ത്രിത്വസ്യം ചെല്ലുമ്പോൾ നമുക്കൊക്കെ പൂർണ്ണ ദണ്ഡമോചനം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, പങ്കെടുക്കുക. നന്മ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഇങ്ങനെയൊരു കർമ്മത്തിനു വേണ്ടിയും കുർബാനയ്ക്ക് വേണ്ടി ക്ഷണിച്ചതിന് സിസ്റ്റർ സ്നേഹയോടും വിചാരിച്ചുകൊണ്ടൊക്കെ നന്ദി പറയുന്നു. മൗനമായി ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചെമ്പത്തൊട്ടി ഫൊറോനയുടെ നിത്യാരാധനാ കേന്ദ്രമായി മണ്ഡലം സാന്റ് ജോസ് ഭവനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് തുടങ്ങി വെച്ച ഈ ആരാധന പ്രോഗ്രാം, പ്രാർത്ഥനാ യജ്ഞം ഒരു വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ വീണ്ടും അവയെ പുതുക്കുവാനും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായി അതോടൊപ്പം മനോഹരമായ സന്ദേശം നമുക്ക് നൽകാനുമായി ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വാക്കുകളുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ നമ്മുടെ MSJ സന്യാസ സമൂഹത്തിൻ്റെ കൗൺസിലിനെ സാദരം ക്ഷണിക്കും. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് ഉല്ലസിക്കാം. അതെ, ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കാൻ ഉയർത്തിയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയുമായ ഒരു നല്ല ദിവസമാണ് ഇന്ന്. ഈ അൾത്താരയ്ക്ക് ചുറ്റും നാം ആയിരിക്കുമ്പോൾ നന്ദിയുടെ ഹൃദയത്തുടിപ്പുകളാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒന്നാണ് ദിവ്യകാരുണ്യനാഥനെ നിത്യവും ആരാധിക്കാൻ, അനേകർക്ക് ഒരാശ്വാസ കേന്ദ്രമായി, അഭയസ്ഥാനമായി ഈ ആലയത്തെ അവിടുന്ന് ഉയർത്തി കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചു എന്നത്. ഈ ആലയത്തിലൂടെ ദൈവം ലോകം മുഴുവനിലേക്കും തിരുസഭയിലേക്കും നമ്മുടെ തലശ്ശേരി അതിരൂപതയിലേക്കും നമ്മുടെ ഫൊറോനയിലേക്കും നമ്മുടെ ഈ മണ്ഡലം ഇടവകയിലേക്കും ഈ പ്രദേശത്തേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ദൈവം ചൊരിഞ്ഞ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഈ അവസരത്തിൽ നമ്മോട് വലിയ സ്നേഹവും കാരുണ്യവും കാണിക്കുന്ന നല്ല ദൈവത്തിന് ആദ്യമേ തന്നെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ ശിരസ്സ് ഒന്ന് നമിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ അനുഗ്രഹ ദിനത്തിൽ നമുക്കും ലോകം മുഴുവനും വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അർത്ഥപൂർണവും മനോഹരമായ നല്ലൊരു വചന സന്ദേശത്തിലൂടെ ഞങ്ങളെ പ്രബുദ്ധരാക്കുകയും പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെയും ഈ ആലയത്തിൻ്റെയൊക്കെ മനോഹാരിത വിശുദ്ധ കുർബാനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും അതോടൊപ്പം ഈ വർഷത്തിൻ്റെ ജൂബിലി വർഷത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രബുദ്ധരാക്കുകയും ചെയ്ത അഭിമന്യ മാർ ജോർജ് ഞരലക്കാട്ട് പിതാവിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. MSJ സന്യാസിനി സമൂഹത്തിൻ്റെ വളർച്ചയുടെ പാതയിൽ താങ്ങും തണലും കരുത്തുമായി പിതാവ് എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകമായി ഈ ഭവനം ഇവിടെ ആരംഭിക്കുന്നതിന് അനുവാദം നൽകിയതും ഈ ഭവനത്തിൻ്റെയും ചാപ്പലിൻ്റെയും ആശീർവാദ കർമ്മം നിർവഹിച്ചതും നിത്യാരാധനയ്ക്കുള്ള തുടക്കം കുറിച്ച് ഇത് ബ്ലസ് ചെയ്തതും ഇന്ന് വീണ്ടും അത് തുടർന്നു കൊണ്ടുപോകുവാൻ
അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതും അഭിവന്ദ്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് തന്നെയാണ് എന്നത് ഏറെ സന്തോഷദായകമാണ്. പിതാവിൻ്റെ വലിയ മനസ്സിനെ, ഞങ്ങളോട് കാണിക്കുന്ന പിതൃവാത്സല്യത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ദൈവം അങ്ങയെ ഭരമേൽപ്പിച്ച ഇടയധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ആരോഗ്യവും ദൈവം അങ്ങേക്ക് പ്രദാനം ചെയ്യട്ടെ. അനേകർക്ക് അനുഗ്രഹമായി അങ്ങയുടെ ജീവിതത്തെ അവിടുന്ന് ഇനിയും മാറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്യ പിതാവേ, ഒരിക്കൽ കൂടി MSA സന്യാസിനി സമൂഹത്തിൻ്റെ സെയിൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഷീലയുടെയും ഈ സാൻജോ ഭവനത്തിൻ്റെ ഡയറക്ടർ സിസ്റ്റർ സ്നേഹയുടെയും MSA സമൂഹാംഗങ്ങളുടെയും ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ദൈവജനം മുഴുവൻ്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയോട് പറയുന്നു. ഈ അവസരത്തിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് MSA സന്യാസിനി സമൂഹത്തിൻ്റെ സെയിൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ ഷീല. ആത്മീയ കാര്യങ്ങളുള്ള തീഷ്ണതയും ഉയർന്ന ചിന്താഗതികളും നല്ല നേതൃത്വവാസനയും സന്യാസിനി സമൂഹത്തിൻ്റെ ചൈതന്യത്തിനനുസരിച്ച് സഭയെ നയിക്കാനുള്ള ദൃഢമായ നിശ്ചയവും കഴിവുമൊക്കെയുള്ള സിസ്റ്റർ ഷീല മറ്റുള്ളവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ഈ ഭവനം എപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അനേകായിരങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നതിന് സിസ്റ്റർ ഷീല നിരന്തരം എല്ലാ പ്രോത്സാഹനവും എല്ലാ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല, സിസ്റ്ററിൻ്റെ ദീർഘവീക്ഷണവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രയത്നങ്ങളും ഈ ആലയത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങൾക്കും നല്ലവനായ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും MSA കുടുംബത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു. മണ്ഡലം സെയിൻറ്റ് ജൂഡ് ഇടവക വികാരി സ്നേഹമുള്ള മാത്യു വേങ്ങാക്കുന്നലച്ച ഈ ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ആത്മീയ നേതൃത്വവും പിന്തുണയും നൽകി എല്ലാം നന്നായി ക്രമീകരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാത്യു അച്ഛന് ഹൃദയപൂർവ്വം നന്ദി. അച്ഛനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അസിസ്റ്റൻ്റ് വികാരി ഫാദർ അമൽ കെട്ടുപുരയ്ക്കും പ്രത്യേകം നന്ദി. ഈ മണ്ഡലം ഇടവകയ്ക്ക് ഈ നിത്യാരാധന ചാപ്പൽ കിട്ടുവാൻ കാരണഭൂതനായ സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ജോസ് മഞ്ചപ്പള്ളി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഈ നിമിഷങ്ങളിൽ കടപ്പാടും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരും ഇപ്പോഴും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുമായ എല്ലാ വൈദികർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചെമ്പന്തൊട്ടി ഫൊറോനയുടെ നിത്യാരാധന കേന്ദ്രമായ ഈ ആലയത്തിൽ എന്നും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫൊറോന വികാരി ആൻ്റണി മഞ്ഞളാംകുന്നേൽ അച്ഛനും ഈ ഫൊറോനയിലുള്ള എല്ലാ വൈദികർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ ഇതിനിൽ പിന്നിൽ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്ത കൈക്കാരന്മാർ, കോർഡിനേറ്റർ ബാബു സാർ, ഹെഡ് മാസ്റ്റർ തോമസ് സാർ, സാൻജോ ഭവൻ സിസ്റ്റേഴ്സിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആത്മായ സഹോദരങ്ങൾ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, അയൽപക്ക കുടുംബങ്ങൾ, വട്ടക്കാട് അയൽപക്ക കുടുംബങ്ങൾ, എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആഘോഷങ്ങൾ മനോഹരമാക്കാൻ ഈ ആലയം അലങ്കരിച്ചവരെയും ഗാന ശുശ്രൂഷയ്ക്കും മറ്റു നേതൃത്വം കൊടുത്തവരെയും രുചിപ്രദമായ ഭക്ഷണം തയ്യാറാക്കി നമ്മെ കാത്തിരിക്കുന്നവരെയും ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവരെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ ആലയത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം വന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യാരാധന ഒരു വർഷം ഇവിടെ പൂർത്തിയാകുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ നിത്യാരാധനയുടെ ദിനങ്ങളെ ഓർക്കുകയാണ്.
ഇവിടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം കഴിഞ്ഞ ഒരു വർഷം നിത്യമെന്നോണം ഈ ആരാധനയിൽ പങ്കുചേർന്ന 3 വ്യക്തികളുണ്ട്. അവർക്ക് നമ്മുടെ പിതാവ് ഒരു മൊമെൻ്റോ കൊടുത്ത് പ്രത്യേകം ആദരിക്കുന്നുണ്ട്. ഒന്ന് ആൻഡോ ഇലഞ്ഞിക്കോട്ട് ചെമ്പന്തൊട്ടി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ സമ്മാനം കൊടുക്കാനായി പിതാവിനെ പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജോജോ അമ്പാട്ട് വള്ളപ്പള്ളിയിൽ മണ്ഡലം ഇടവക, ജെസ്സി അബ്രാഹം പല്ലാട്ട് പുളിക്കുരുമ്പ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന നമ്മളിവിടെ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അല്പസമയം നിശബ്ദമായിട്ട് ദിവികാരുണ്യ സന്നിധിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെയുള്ളൊരു അവസരമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ദിവികാരുണ്യേശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്കൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമുക്കൊന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗീയ നിമിഷമാണിത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും നമ്മളിപ്പോൾ ദിവികാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ വളരെ പ്രത്യേകമാംവിധം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും ഈ ദിവികാരുണ്യ സന്നിധിയിൽ നമ്മൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചെമ്പന്തൊട്ടി ഫൊറോന മുഴുവനുമുള്ള എല്ലാ ഇടവകയ്ക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് മണ്ഡലം ഇടവകയ്ക്ക് വേണ്ടിയും, നമ്മുടെ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും, നമ്മുടെ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും, തിരുസഭ മുഴുവന് വേണ്ടിയിട്ടും നമുക്ക് ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാ നിരതരാകാം. ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ചെയ്യുന്ന സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന,
ഹല്ലേലൂയ 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 യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന സ്തുതി ശാന്തമായിട്ട് എല്ലാവരും ഇരിക്കുക, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് ശാന്തമായിരിക്കാം. ഹൃദയം ദൈവത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:16 തിരുവചനം നമ്മോടിപ്പോഴിങ്ങനെ പറയുന്നു: അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. കൃതജ്ഞതയുടെ, നന്ദിയുടെ ഈ ദിവ്യബലിയർപ്പണ സമയത്ത്, തുടർന്നുള്ള ആരാധനാ നിമിഷങ്ങളിൽ ഈ വചനം ഇവിടെ അന്വർത്ഥമാകുന്നു. ഇതാ സ്വർഗം ഇവിടെ തുറക്കപ്പെടുന്നു. നന്ദിയോടെ അതിവിനാഥൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും തങ്ങളുടെ മേൽ ആവസിക്കുന്നതും അവൻ കണ്ടു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സജീവമായ സഹവാസത്തിലേക്ക് ഈ ആരാധന നമ്മെ നയിക്കുകയാണ്. കരങ്ങൾ രണ്ടും തുറന്നു പിടിക്കാം. യാചനയോടെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തിൻ്റെ നിറവോടെ നമ്മെ ഉറ്റുനോക്കുന്ന രക്ഷകൻ്റെ ദിവ്യമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മെ ആശ്വസിപ്പിച്ച് നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നന്ദിയോടെ ആയിരുന്ന് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ നമുക്ക് ശിരസ് നമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നാപക യോഹന്നാന്റെ മുമ്പിൽ സർവനീതിയും പൂർത്തീകരിക്കാൻ വേണ്ടി മുട്ടുകൾ മടക്കിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. യേശു മുട്ടുകുത്തിയപ്പോൾ ശിരസ് നമിച്ചപ്പോൾ, താഴ്ന്നു കൊടുത്തപ്പോൾ, ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം നമുക്കായി തുറക്കപ്പെട്ടു. പ്രിയമുള്ള ദൈവജനമേ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആരെല്ലാം മുട്ടുമടക്കുന്നുവോ അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന നിമിഷമാണ്. ആരുടെയൊക്കെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രതി നമ്മൾ മുട്ടുമടക്കുന്നുവോ അവിടെയെല്ലാം സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. ഈ ബോധ്യത്തോടെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ഒരു വർഷക്കാലം സ്വർഗീയ അനുഭവങ്ങൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ അഭിലാഷങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗം ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ, ജീവനെ, കൃപയെ ഏറ്റുവാങ്ങാനുള്ള ഹൃദയത്തുറവിയോടെ ഇരുകരങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പ്രഭാഷക പുസ്തകം 34:19 തിരുവചനത്തിൽ ഇന്ന് ദൈവം നമ്മോട് പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്തു. ജൂബിലി വർഷം യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള വർഷമാണ്. യേശുവിനെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള അവസരമാണ്. അതെ, തിരുവചനം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. നീ ആലയത്തിലേക്ക് ഓടിയെത്തിയത് നമ്മുടെ കർത്താവിനുള്ള സ്നേഹവും ആദരവും ആരാധനയും ഹൃദയപൂർവ്വം നേരാനാണ്, നൽകാനാണ്. അവരോട് ഈശോ പറയുന്നതാണ്, മകനെ മകളെ, ഞാൻ നിന്റെ ശക്തമായ സംരക്ഷണമായിരിക്കും. ഞാൻ നിന്റെ ശക്തമായ സംരക്ഷണമായിരിക്കും. നിനക്കുറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയ കേന്ദ്രവുമായിരിക്കും. നീ ഒന്നിനെയും ഭയപ്പെടേണ്ട. പൊരുവെയിലിൽ നിനക്ക് ഞാൻ തണലായിരിക്കും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഞാൻ നിനക്ക് ഉറപ്പുമായിരിക്കും. തിരുവചനം തരുന്ന ഒരു ഉറപ്പാണിന്ന്. ഈ നിത്യാരാധന ചാപ്പലിലെ ഒരു വർഷം കടന്നു വന്ന ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ സംബന്ധിച്ച് യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ ആദരവ് നമ്മൾ പ്രകടമാക്കിയപ്പോൾ അവിടുന്ന് നമുക്ക് മുന്നോട്ട് ഈ ആരാധന വേദി തുറന്നു തന്നുകൊണ്ട് നമ്മോട് പറയുന്നു, മക്കളെ, ലോകം ഇന്ന് കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ അഭയം തേടുന്നതിനാൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനാൽ, നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇറങ്ങുന്നതിനാൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ശക്തമായ സംരക്ഷണ കവചമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പോടെ പറഞ്ഞേ, അവിടുത്തെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുടുകാറ്റിൽ അഭയ കേന്ദ്രമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെരുവെയിലിൽ അവിടുന്ന് തണലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സജീവ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഈ ഉറപ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മക്കളെ കുറിച്ചുള്ള, വളർന്നു വരുന്ന യുവജനങ്ങളെ കുറിച്ചുള്ള, കുഞ്ഞുമക്കളെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ആവലാദികളും വേവലാദികളും ആശങ്കകളും ഈ ഉറപ്പേകുന്ന വചനത്തിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേ. അവിടുന്ന് നമ്മെ തലോടി കൊണ്ടിരിക്കുന്നു, അവിടുന്ന് നമ്മെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ഉത്തരം തരാൻ കഴിവുള്ള ദൈവം, നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കിവിടെയുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ നമുക്കൊരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അവിടുന്ന് നൽകുന്ന ഈ വചനത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പായി മാറട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അഭയമായി മാറട്ടെ, ശക്തിയായി മാറട്ടെ. ഈ ഒരു ബോധ്യത്തോടെ എല്ലാം കൊടുത്തുകൊണ്ട്, എല്ലാ നിയോഗങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് കരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ദൈവമേ ആരാധന, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ഹര 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 ഹര. ഓ ദൈവമേ ആരാധന. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈശോ നമുക്ക് തരുന്ന എല്ലാ കൃപകളെയും നമുക്കൊന്ന് സ്വീകരിക്കാം. ഈ
ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പറയുകയാണ്, പ്രാർത്ഥനയിൽ വലിയ തീഷ്ണതയുള്ള ഒരു ജനത്തെ കർത്താവ് വളർത്തിയെടുക്കുമെന്ന്. നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിലെ ആത്മീയതയിലെ വളരെ വളരെ തീഷ്ണതയുള്ളവരാകാനുള്ള കൃപ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവരോട് പറയുന്നു. വളരെ പ്രത്യേകമാവിധം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത 7 പേരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് ചിലരെ കർത്താവ് നിർത്തി അനുഗ്രഹിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 3 ദമ്പതികൾക്ക് കർത്താവ് ക്യാൻസർ രോഗിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അമ്മ ഓരോരുത്തരുടെയും കൈക്ക് പിടിച്ച് വികാരത്തോട് ചേർത്ത് അമിതമായ ഉത്കണ്ഠയും ടെൻഷനും മൂലം വിഷമിക്കുന്ന കുറെ മക്കൾക്ക് ഈശോ അതിൽ നിന്നുള്ള വിടുതൽ സൗഖ്യം കൊടുത്ത് ആന്തരിക സൗഖ്യം കൊടുത്ത് നല്ല ആത്മധൈര്യം കൊടുത്ത് ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ വളരാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹമെന്ന കുദാശ സ്വീകരിക്കാനുള്ള കൃപ കൊടുത്ത കർത്താവ് ചിലരെ അനുഗ്രഹിക്കുന്നു. വലിയ ബന്ധനാവസ്ഥയിൽ കിടന്ന ഒരു കുടുംബത്തിന് കർത്താവ് അതിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുത്ത കർത്താവ് തടസ്സപ്പെട്ട് കിടന്നിരുന്നു. ഒത്തിരി നാളായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തടസ്സം കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയുടെ വചന പ്രഘോഷണ ശുശ്രൂഷയിൽ കൃപ കൊടുത്ത കർത്താവ് വ്യക്തി ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങൾ എന്നുള്ള വിടുതൽ കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കുന്നു. നമ്മളെയും നമ്മുടെ ദേശത്തെയും നമ്മുടെ കുടുംബങ്ങളെയും അഗ്നി കൊണ്ടുള്ള കോട്ട പോലെ പൊതിഞ്ഞു പിടിച്ച് ശക്തമായി സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വേദന മൂലം വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കുന്നു. തലയുടെ ഞരമ്പിന് എന്തോ അസ്വസ്ഥതയും വേദനയും തലയിൽ മരവിപ്പും അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നുള്ള പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. ആത്മഹത്യ പ്രവണത മൂലം പൂർണ്ണ സൗഖ്യം അനുഗ്രഹിക്കുന്നു. പരീക്ഷ എഴുതാനുള്ള ഭയം പരിപൂർണമായിട്ട് മാറ്റിക്കൊടുത്തു വാഹന അപകടത്തിൽ നിന്ന് കർത്താവ് വളരെ പ്രത്യേകമാവിധം ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളെ ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അമിതമായ തലവേദന മൂലം ടെൻഷൻ അനുഭവപ്പെടുന്ന തലവേദനയും കർത്താവ് എടുത്ത് മാറ്റി സൈനസൈറ്റിസിന്റെ രോഗം മൂലം വിഷമിക്കുന്ന അനുഗ്രഹിക്കുന്നു. ശരീരത്തിന് അരിമ്പാറ വരുന്ന രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് മകളെ കുറിച്ച് ഒരുപാട് വേദനിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ച് മകളെയും അമ്മയും ഒത്തിരി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തില് വലിയ ആന്തരിക അസ്വസ്ഥത അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വലിയ ശാന്തതയിലേക്ക് കടന്നു വരാനുള്ള കൃപ ചെന്നായ്ക്കൾ ചിതറിയോടുന്നത് പോലെ തിന്മയുടെ വലിയ ശക്തികൾ നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് ഒരു യുവാവിനെ ഈശോ
കരങ്ങൾ ചേർത്ത് പിടിച്ച് നീ എന്റേതാണ് മകനെ, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഒത്തിരി പഠിച്ചിട്ടും ഒരു ജോലിയും കിട്ടാതെ വിഷമിച്ചിരുന്ന ഒരു മകന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ തക്ക വിധത്തിലുള്ള കൃപകൾ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കും. 7 പേർക്ക് വിജയവും അതിനുള്ള ജോലിയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ കലുഷിതമായ മാനസിക അസ്വസ്ഥ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വലിയ ശാന്തതയിലേക്ക് എല്ലാവരിലേക്കും യേശു തന്റെ സമാധാനം കൊടുത്ത് സംബന്ധമായ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ദൈവരാജ്യ വേല ശുശ്രൂഷകള്, ചെറിയ ചെറിയ ശുശ്രൂഷകള്, ഭക്ഷണം ഉണ്ടാക്കുകയും തുടർന്ന് വലിയ ചെറിയ ശുശ്രൂഷകളും ചെയ്യുന്ന മക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു. ഉദ്യോഗസ്ഥനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സഹോദര ബന്ധം വേർപെട്ട് കഴിഞ്ഞിരുന്നു, അത് കർത്താവ് കൂട്ടി യോജിപ്പിച്ച് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. മക്കളെ മക്കളെ നടക്കാൻ പറ്റാത്ത വിധം കണക്കാലിന് വേദന അനുഭവിച്ചിരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണെന്ന് ജോണി എന്ന പേരുള്ള മക്കളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. മൂലം വിഷമിക്കുന്ന കണ്ണുള്ള ഒരു വ്യക്തിക്ക്, കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ച കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ വിട്ടുപോകുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നതായിട്ട് വാഹനം വാങ്ങാനായിട്ട് ഒത്തിരി എല്ലാ കാര്യങ്ങളും ശുശ്രൂഷയിൽ പങ്കെടുത്ത പറഞ്ഞില്ല. നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്യധികമായ കരുണയും കൃപയും സ്നേഹവും നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ആ ബോധ്യത്തോടെ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവമേ എല്ലാത്തിനും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ ഞങ്ങൾ ഓർക്കുന്ന വ്യക്തികളെല്ലാം ഉദാശകൾ സ്വീകരിക്കാതെ ദൈവത്തിൽ നടന്നു കഴിയുന്നവരെ ഏതെങ്കിലുമൊക്കെ ദുഷ്ടയ്ക്ക് അടിമപ്പെട്ട് പോയവരും ദൈവത്തിന്റെ കാരുണ്യം ഏറെ ആവശ്യമുള്ളവരും ദൈവമേ നിന്റെ കരുണയെ ശരണപ്പെടാൻ പറ്റാത്തവരെ ദൈവം നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തവരെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ ഒരുപാട് സങ്കടങ്ങളും വേദനകളും നിരാശയുമൊക്കെയായി കഴിയുന്നവരെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മണ്ഡല ഇടവകയ്ക്ക് വേണ്ടി ചെന്നംകൊട്ടി പോരാ മുഴുവന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി ഞങ്ങളുടെ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പാമ്പ്ളാനി പിതാവിന് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളക്കാട്ട് പിതാവിന് വേണ്ടി ഈശോയെ വലിയവന്റെ പിതാവിന് വേണ്ടി പിതാവിന് വേണ്ടി തിരുസഭയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ലോകം മുഴുവനും വേണ്ടി ദൈവം എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും
നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഈശോ വർഷിച്ചു തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ കാരുണ്യത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രാർത്ഥനാപൂർവം ഈശോയുടെ പിടകളിലൂടെ നമ്മളിലേക്ക് ചുരഞ്ഞ കൃപകളെ നന്മകളെയെല്ലാം നമുക്ക് അനുസ്മരിച്ച് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും
പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ഞങ്ങളുടെ മധ്യത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യങ്ങളാക്ഷം തൂകണമേ വത്സരസുതരിൽ നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദേവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിനും ദൂതരിനും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യരുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.